ക്ലാസ് തുടങ്ങുകയാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പവർ പ്രേഷണവും വിതരണവും എന്ന ഭാഗമായിരുന്നു. അപ്പോൾ കുറേ ദിവസം മുമ്പായതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ മറന്നതാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ തുടക്കം എന്താണ് ആ സംഭവം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തേക്ക് പോവാം. പവർ പ്രേഷണം എന്ന് പറയുന്നത് കറണ്ട് പവർ സ്റ്റേഷനിലാണ് നമ്മളെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് ഉണ്ടാക്കുന്നത് അല്ലെ. പവർ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കറണ്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ ലൈനിലൂടെയാണ്, കമ്പിയിലൂടെയാണ് കറണ്ട് വീട്ടിലേക്ക് എത്തുക. നിങ്ങൾക്ക് അറിയാം. ആ എത്തിക്കുന്ന വിവിധ സ്ഥലങ്ങളിലൂടെ കയറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത്. എവിടുന്ന്? പവർ സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി വീട്ടിലേക്ക് എത്തുക. അതിനെയാണ് പവർ പ്രേഷണം എന്ന് പറയുന്നത്. ആ എത്തുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ ഫ്ലോ ചാർട്ട് പോലെ പഠിച്ചിരുന്നു. എല്ലായിടത്തും ഒരേ വോൾട്ടേജ് ആണോ? എല്ലായിടത്തും ഒരേ വോൾട്ടേജ് ആണോ? ഉണ്ടാക്കുന്ന വോൾട്ടേജും അയക്കുന്ന വോൾട്ടേജും പ്രേഷണം ചെയ്യുന്ന വോൾട്ടേജും ഒരേപോലെയാണോ? അല്ല. എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കുന്ന അഥവാ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വലിയ ജനറേറ്റർ ഉപയോഗിച്ച് നമ്മൾ കറണ്ട് ഉണ്ടാക്കും പവർ സ്റ്റേഷനിൽ വെച്ചിട്ട്. ആ ഉണ്ടാക്കുന്ന വൈദ്യുതി എത്ര വോൾട്ടാ? എത്ര വോൾട്ടിലെ കറണ്ട് നമ്മൾ ഉണ്ടാക്കുക നമ്മുടെ നാട്ടില്? 11 kV ആണ് അല്ലെ. 11 കിലോ വോൾട്ട് ആണ്, അഥവാ 11,000 വോൾട്ടിലെ നമ്മൾ കറണ്ട് ഉണ്ടാക്കുക അല്ലെ. അതൊക്കെ നോട്ട്ബുക്ക് ഇല്ലേ കയ്യില്? നോക്കി വെക്കട്ടോ. നിങ്ങളിപ്പോ തൽക്കാലം ശ്രദ്ധിച്ച് കേട്ടിരിക്കും. ആ 11 കിലോ വോൾട്ടിനെ അവിടെ വെച്ചിട്ട് തന്നെ, എവിടെ വെച്ച് തന്നെ? പവർ സ്റ്റേഷനിൽ വെച്ചിട്ട് തന്നെ 11 kV 220 kVയിലേക്ക് ഉയർത്തുന്നു. ഓക്കെ, അഥവാ വോൾട്ടേജ് കൂട്ടുന്നു. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലൈനിലൂടെ സെൻഡ് ചെയ്യുന്നത്. വോൾട്ടേജ് കൂട്ടിയ ശേഷമാണ് പവർ സ്റ്റേഷൻ എന്ത് ചെയ്യുന്നത്? കമ്പിയിലൂടെ അയക്കുന്നത്. അങ്ങനെ അയച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? വിവിധ സബ്സ്റ്റേഷനുകളിൽ വെച്ച്, സബ്സ്റ്റേഷനുകളിൽ എത്തി. അങ്ങനെ ഓരോ സബ്സ്റ്റേഷൻ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഓരോ സബ്സ്റ്റേഷനുകൾ ഉണ്ടാവും. അവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലെ റോഡ് സൈഡിൽ കാണുന്ന ട്രാൻസ്ഫോമറിനെ പറയുന്ന പേരാണ് വിതരണ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മളെ വീട്ടിലേക്ക് കറണ്ട് വരുന്ന ട്രാൻസ്ഫോമറിന്റെ ഉള്ളിൽ നിന്നാണ്. ട്രാൻസ്ഫോമറിലേക്ക് പോകുന്ന കറണ്ട് ഇൻപുട്ടായിട്ട് 3 ലൈനും ഔട്ട്പുട്ടായിട്ട് 4 ലൈനും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ആ ഇൻപുട്ടായിട്ട് പോകുന്ന കറണ്ടിന്റെ വോൾട്ടേജ് 11 kV ആണ്, 11 കിലോ വോൾട്ട് ആണ്. അതിൽ നിന്ന് പുറത്ത് വരുന്നത് എത്ര വോൾട്ടാ? 230 വോൾട്ടും 400 വോൾട്ടും ഉണ്ട്. ഇനി 400 വോൾട്ട് വന്നേ, 2 ഫേസ് ലൈനുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് 400 വോൾട്ട്. ഒരു ഫേസും ഒരു ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് 230 വോൾട്ട്. നമ്മളെ വീട്ടിലേക്ക് എന്ത് മതി? ഒരു ഫേസും ഒരു ന്യൂട്രലും മതി. അതുകൊണ്ട് നമുക്ക് എത്ര വോൾട്ടാ? നമ്മളെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് 230 വോൾട്ടിലായത് കൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളെ വീട്ടിലേക്ക് സർവീസ് വയർ എന്ന് പറയുന്ന സാധനം ഒറ്റ വയറായിട്ടൊക്കെ തോന്നും. കാണുമ്പോൾ ഒരു വയറൊക്കെ തോന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എത്ര ഉണ്ടാവും? 2 വയർ ഉണ്ടാവും. അതൊരു ഫേസും ആയിരിക്കും, ഒരു ന്യൂട്രലും ആയിരിക്കും. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് 200 വോൾട്ട് എത്തി. എവിടുന്ന് എത്തി? പവർ സ്റ്റേഷനിൽ എത്തി. എത്ര വോൾട്ടിൽ ഉണ്ടാക്കിയേ? 11 കിലോ വോൾട്ട്. നമുക്ക് എത്ര വേണ്ടത്? 230 വോൾട്ട്. ഓക്കെ ആണോ? ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചത്. ആ ഫ്ലോ ചാർട്ടും കാര്യങ്ങളും ചിത്രമൊക്കെ വരച്ചിങ്ങനെ നമ്മൾ മലപ്പുറം മഞ്ചേരി എന്നൊക്കെ പറഞ്ഞു അല്ലെ, മേലാറ്റൂർ എന്നൊക്കെ നമ്മൾ സംഭവം പറഞ്ഞതാണ്. അപ്പോ ആ ഒരു ഐഡിയ മനസ്സിലുണ്ടായിക്കോട്ടെ. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, ആരോടെങ്കിലും ഒരാളുടെയും പറഞ്ഞിട്ടുണ്ടാവും. അടുത്ത ക്ലാസ്സിൽ പറയേണ്ട കാര്യം ഇതാണ്, നമ്മളെ നാട്ടിൽ കറണ്ട് ഉണ്ടാക്കുന്നത് 11 kV ആണ്. അത് എന്ന് പറഞ്ഞാൽ തന്നെ 230 വോൾട്ടിനേക്കാളും എത്രയോ മടങ്ങാണ്. എത്രയോ മടങ്ങാണ് 11,000 വോൾട്ട് എന്ന് പറഞ്ഞാല്. നമ്മളെ വീട്ടിലേക്ക് വേണ്ടത് ആകെ 230 വോൾട്ടാണ്. ഞാൻ പറഞ്ഞത് ഷെയറിംഗ് അല്ല. ഓരോരുത്തർക്ക് 230 വോൾട്ട് കൊടുത്തു. ഒരു വീട്ടിലേക്ക് 230 വോൾട്ട്, അടുത്ത വീട്ടിലേക്ക് 230 വോൾട്ട്, അങ്ങനെ കൊടുക്കുന്ന പരിപാടി അല്ല. അതാ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു പോണ പരിപാടി അല്ല. മനസ്സിലായോ? അപ്പോ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? 11 kV തന്നെ കൂടുതലാണ്, 11,000 വോൾട്ട് തന്നെ കൂടുതലാണ്, ഉണ്ടാക്കുന്നത് തന്നെ കൂടുതലാണ്. അതിന് പുറമെ അവിടെ വെച്ചിട്ട് തന്നെ പവർ സ്റ്റേഷനിൽ വെച്ച് തന്നെ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്? 11 kVയെ 220 kVയിലേക്ക് അതിന്റെ 20 മടങ്ങ് കൂട്ടുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? എന്താണ് അതിന്റെ എന്താണ്? ആ പേജാണ് പവർ പ്രേഷണം എന്ന ഹെഡിങ് കഴിഞ്ഞ നേരെ തൊട്ട് പേജില്ലേ, പവർ പ്രേഷണം എന്ന ഹെഡിങ് എടുക്കുകയും പവർ പ്രേഷണം എന്ന ഹെഡിങ് കണ്ടാ അതിന്റെ നേരെ തൊട്ട് പേജ്, നമ്മൾ വിട്ടുപോയിട്ടൊരു പേജ് ഉണ്ട്, കുറെ സെന്റൻസും കുറെ പൂരിപ്പിക്കാനൊക്കെ ഉണ്ടായില്. അതിന്റെ അപ്പുറത്തെ പേജ് നമ്മൾ പറഞ്ഞുകൊണു. അതിന്റെ തൊട്ടപ്പുറത്തെ പേജ് നമ്മൾ പറഞ്ഞുകൊണു. 11 kV 220 400 kV എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞുകൊണു.
അപ്പൊ കേട്ടോളൂ, ഈ ചോദ്യം ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, കേട്ടോളൂ. പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് അല്ലെ. നമുക്കാകെ വേണ്ടത് 230 വോൾട്ട് ആണ്. പക്ഷേ ഉണ്ടാക്കുന്നതന്നെ 11 kV-യിലും പിന്നെ അതിനെ അവിടെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, 220 kV-യിലേക്ക് ഉയർത്തുന്നു. ഇതിന്റെ ആവശ്യകത എന്ത് എന്നാണ് ചോദ്യം. അഥവാ വോൾട്ടേജ് കൂട്ടുന്നതിന്റെ ആവശ്യകത എന്ത്? അതിന്റെ ഒറ്റ വാക്കിലെ ഉത്തരമാണ് എന്ത്? പ്രസരണ നഷ്ടം കുറക്കാൻ. ഒറ്റ വാക്കിലെ ആൻസർ ആണ് എന്ത്? പ്രസരണ നഷ്ടം കുറയ്ക്കാൻ. അപ്പൊ ചോദിക്കും, എന്താ ഈ പ്രസരണ നഷ്ടം എന്ന് പറയുന്നത്? പ്രസരണ നഷ്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇനി ഇവിടെ നോക്കൂ, എന്റെ മുഖത്ത് നോക്കൂ, ഇവിടെ നോക്കൂ. കറണ്ട്, വൈദ്യുതി പവർ സ്റ്റേഷനിൽ കോഴിക്കോട് നിന്നാണ് നമ്മുടെ വീട്ടിലെ കരുവാരകുണ്ടിലേക്ക് എത്തുന്നത് എങ്കിൽ ആ വൈദ്യുതി ട്രാൻസ്മിഷൻ നടക്കുന്നത്, പ്രേഷണം നടക്കുന്നത് കമ്പിയിലൂടെയാണ്. ആണോ അല്ലേ? ചാലകത്തിലൂടെയാണ് അല്ലെ? ഒരു അലുമിനിയം കമ്പിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് വരുന്നത്. ഏതൊരു ചാലകത്തിലൂടെയും വൈദ്യുതി പ്രവഹിക്കുമ്പോൾ, ശ്രദ്ധിച്ചു കേട്ടോളൂ, ഏതൊരു ചാലകത്തിലൂടെയും വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അവിടെ താപം ഉണ്ടാവൂലേ, ചൂടുണ്ടാവൂലേ? ജൂൾ നിയമം അനുസരിച്ച് നമ്മൾ 1-ാം ചാപ്റ്ററിൽ പഠിച്ചത് എന്താ? ജൂൾ നിയമം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ ചാലകത്തിൽ എന്തുൽപാദിപ്പിക്കപ്പെടും? താപം ഉൽപാദിപ്പിക്കപ്പെടും, ചൂടുണ്ടാവുന്ന. അപ്പൊ എന്താ സംഭവിക്കുക? കോഴിക്കോട് നിന്ന് അല്ലെങ്കിൽ അത്രയും ദൂരം നിന്ന് നമ്മളെ വീട്ടിലേക്ക് കറണ്ട് വരുമ്പോ അത്രയും ദൂരം ഈ കറണ്ട് സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ്? ഈ അലുമിനിയം കമ്പിയിലൂടെയാണ്, ഈ ചാലകത്തിലൂടെയാണ്. ആ സഞ്ചരിക്കുന്ന മുഴുവൻ സമയവും എന്തുണ്ടാവും? താപം ഉണ്ടാവൂലേ? അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ കറണ്ട് എന്ത് ചെയ്യും? ഏത് രൂപത്തിൽ നഷ്ടപ്പെട്ടു പോകും? താപരൂപത്തിൽ നഷ്ടപ്പെട്ടു പോകും. അല്ലേ? അതിനെയാണ് പ്രസരണ നഷ്ടം എന്ന് പറയുന്നത്. അഥവാ എന്തിനു വേണ്ടിയിട്ടാണ് വൈദ്യുതിയുടെ വോൾട്ടേജ് കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിലെ ആൻസർ ആണ് എന്ത്? പ്രസരണ നഷ്ടം കുറക്കുക. എന്താ ഈ പ്രസരണ നഷ്ടം എന്ന് പറയുന്നത്? താപരൂപത്തിലുള്ള ഊർജ നഷ്ടം. വൈദ്യുതോർജം ഏത് രൂപത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു? താപരൂപത്തിൽ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പിന്നെ കറണ്ട് ഉണ്ടാവുമോ? ഇത്രയും ദൂരമുള്ള നമ്മളെ കരുവാരകുണ്ട് ഏരിയയിലൊക്കെ കറണ്ട് ഉണ്ടാവുമോ? അങ്ങനെ ഇല്ല. വൈദ്യുതി മൊത്തം താപരൂപത്തിൽ നഷ്ടപ്പെട്ടു പോയാല് ഉണ്ടാവില്ലല്ലോ, വോൾട്ടേജ് ഉണ്ടാവില്ലല്ലോ, പവർ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? എന്ത് കുറക്കണം? നമുക്ക് താപരൂപത്തിലുള്ള ഊർജ നഷ്ടം കുറക്കണ്ടേ? ആ കുറക്കാൻ വേണ്ടിയിട്ടാണ് വോൾട്ടേജ് കൂട്ടുന്നത് എന്നാണ് പറയുന്നത്. ആ താപനഷ്ടം കുറക്കാൻ വേണ്ടിയിട്ടാണ് വോൾട്ടേജ് കൂട്ടുന്നത്. അതെങ്ങനെയാണ് നമുക്ക് സാധ്യമാവുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ, H=I²RT എന്നാണ് നമ്മൾ താപത്തിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്. ജൂൾ നിയമം അല്ലേ? നമ്മൾ ഫിസിക്സിലെ ഏറ്റവും ആദ്യം പഠിച്ച പോയിന്റ് ആണ് ജൂൾ നിയമം. H=I²RT. ആർക്കും അറിയാത്തത് ഉണ്ടാവൂല. ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ? H=I²RT എന്ന് കേട്ട ജൂൾ നിയമം എല്ലാവർക്കും ഓർമ്മയില്ലേ? അപ്പൊ എന്നാ കേട്ടോളൂ, ഈ താപം ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറണ്ട് പോകുമ്പോ ഉണ്ടാവുന്ന താപമാണ് H. ഈ H കുറക്കലാണ് നമ്മുടെ ലക്ഷ്യം. എന്താ? താപം കുറക്കലാണ് നമ്മുടെ ലക്ഷ്യം. അല്ലേ? മനുഷ്യന്മാരെ പറയേ, തലാട്ടെ. അപ്പൊ എന്ത് ചെയ്യണം? I കുറക്കണം അല്ലെ? I കുറക്കണം, അല്ലെങ്കിൽ R കുറക്കണം, അല്ലെങ്കിൽ T കുറക്കണം, സമയം കുറക്കണം. എന്നാലല്ലേ H കുറയുള്ളൂ. നമ്മുടെ ലക്ഷ്യം താപം കുറക്കലാണ്. താപം കുറക്കണമെങ്കിൽ ഈ 3 സാധനം കുറയണം. എന്നാലുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുക? H കുറക്കാൻ പറ്റുക. ഞാൻ ഒന്ന് കേട്ടോളൂ, ഈ തലക്കെന്താ തുടങ്ങണത്? ഇവിടെ നല്ല ഈ തലക്കെന്താ തുടങ്ങണേ? സമയം നമുക്ക് കുറക്കാൻ പറ്റുമോ? സമയത്തെ പിടിച്ചെടുത്താൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ സാധനം ഇങ്ങനെ എപ്പോഴും കമ്പിമ്മ കൂടെ ഇങ്ങനെ കറണ്ട് വന്നുകൊണ്ടിരിക്കുന്നല്ലേ? നമ്മളെ വീട്ടിലേക്ക് ഫുൾ ടൈം കറണ്ട് വന്നുകൊണ്ടിരിക്കുന്നല്ലേ? അല്ലേ? അപ്പൊ സമയം കുറക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. സമയം കുറക്കാൻ പറ്റുമോ? അത് പറ്റൂലല്ലോ. അതെങ്ങനെ നടക്കുക? തുടർച്ചയായിട്ടുള്ള പ്രവർത്തനമല്ലേ? തുടർച്ചയായിട്ടുള്ള പ്രവർത്തനത്തിൽ സമയം കുറക്കാന്ന് പറഞ്ഞാൽ സമയത്തെ പിടിച്ചെടുത്താൻ പറ്റും, പിന്നെ കറണ്ട് ഉണ്ടാവില്ല. അപ്പൊ സമയം കുറക്കുക എന്ന് പറഞ്ഞ പരിപാടി നടക്കൂല. അപ്പൊ ടീന്റെ കാര്യത്തിൽ തീരുമാനമായി. സമയത്തെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഇനി താപം കുറക്കാനുള്ള മാർഗങ്ങൾ ആരൊക്കെയാ? ഒന്ന് പ്രതിരോധവും ഒന്ന് കറണ്ടുമാണ്. പ്രതിരോധം കുറക്കാൻ പറ്റുമോ? കമ്പിയുടെ പ്രതിരോധം കുറച്ചാലും താപം കുറയല്ലോ. നമ്മൾ ഈ അലുമിനിയം കമ്പിയല്ലേ ഉപയോഗിക്കണേ? അല്ലെങ്കിൽ ആ വരുന്ന കമ്പിയുടെ പ്രതിരോധം കുറച്ചാലും താപം കുറയും. പ്രതിരോധം കുറക്കാൻ പറ്റുമോ?
എങ്ങനെയാ കമ്പിന്റെ പ്രതിരോധം കുറക്കുക? എങ്ങനെയാ കുറക്കുക? എന്താ ചെയ്യണ്ടേ പ്രതിരോധം കുറക്കണമെങ്കിൽ? അല്ല, ഒരാൾ മൈക്കോൺ ആക്കിയിട്ട് ഉത്തരം പറയും. ഒരു വണ്ണം കൂട്ടുക. വണ്ണം കൂട്ടുക. വണ്ണം കൂട്ടുക അല്ലെ? നമ്മൾ സാധാരണ വണ്ണം കൂടിയ പൈപ്പ് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ കുട്ടികൾക്ക് സുഖമായിട്ട് കടന്നു പോകാൻ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ആ കുട്ടികൾ എന്ന് പറയുന്നത് ചാർജാണ്, വൈദ്യുതിയാണെന്ന് പറഞ്ഞ് നമ്മൾ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രതിരോധം കുറക്കാനുള്ള ഒരു മാർഗം എന്താ? ഒന്നില്ലെങ്കിൽ നീളം കുറക്കണം അല്ലെ, ഒന്നില്ലെങ്കിൽ കമ്പിയുടെ നീളം കുറക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വണ്ണം കൂട്ടണം. ഇത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഒരു ചാലകത്തിന്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഒന്ന് അതിന്റെ നീളമാണ്, ഒന്ന് അതിന്റെ വണ്ണമാണ്. നീളം കുറക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കി, കമ്പിന്റെ നീളം കുറക്കാൻ പറ്റുമോ? ഇപ്പൊ കോഴിക്കോട് നിങ്ങൾ വരുന്ന കമ്പിന്റെ നീളം കുറച്ചാൽ ഇങ്ങോട്ട് എത്തുമോ കമ്പി? നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിക്കുക, എത്തുവോ? നീളം കുറക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. കാരണം അപ്പൊ കമ്പി ഇങ്ങോട്ട് എത്തൂല. അപ്പൊ എന്ത് ചെയ്യൂല? നീളം കുറച്ചാണ്ട് എന്ത് ചെയ്യില്ല? പ്രതിരോധം കുറക്കൽ നടക്കൂല. പിന്നുള്ള മാർഗം എന്താ? വണ്ണം കൂട്ടുക. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നികിതോ, ഇത് ഞാൻ എടുത്തുക്കണോ? ക്ലാസ് എടുത്തുക്കണോ? ഈ ഭാഗം എടുത്തുക്കണോ? ഇല്ല. ഓക്കെ. അപ്പോ വണ്ണം കൂട്ടുക. നോക്കിക്കോളൂ, വണ്ണം കൂട്ടി. കമ്പിന്റെ വണ്ണം ഞാൻ കൂട്ടി. ആലോചിച്ച് നോക്കുക കേട്ടോ. നമ്മൾ വരുന്ന കരഞ്ഞ കമ്പിയില്ലേ, അതിന്റെ പ്രതിരോധം കുറക്കാൻ വേണ്ടി ഞാൻ ആ കമ്പിന്റെ വണ്ണം കൂട്ടി. ഇപ്പൊ തന്നെ നോക്കി, ഇത്ര പോന്ന വണ്ണത്തിലുള്ള കമ്പിനെ താങ്ങി നിർത്താൻ തന്നെ റോട്ടിൽ നിറച്ച് പോസ്റ്റ് അല്ലേ, ഇടവിട്ട് പോസ്റ്റ് അല്ലേ. അതിനെങ്ങനെ താങ്ങി നിർത്താൻ വേണ്ടി, കമ്പിനെ താങ്ങി നിർത്താൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ വണ്ണം കൂട്ടി എന്ന് വെച്ചോ. ആലോചിച്ച് നോക്കുക, ആ കമ്പിന്റെ വണ്ണം ഇത്ര വലിയൊരു കമ്പി ഉപയോഗിച്ചു, വണ്ണത്തിൽ ഇത്ര വലിപ്പമുള്ള കമ്പി ഉപയോഗിച്ചു പ്രതിരോധം കുറക്കാൻ വേണ്ടി. അധികം വണ്ണം കൂട്ടിയ വെയിറ്റ് കൂടൂലേ? ഭാരം കൂടൂലേ? ഭാരം കൂടുമ്പോ നമ്മളിപ്പോ ചെറിയ പോസ്റ്റ് മതിയാവോ? നമ്മൾ ഈ താങ്ങി നിർത്താൻ കേട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? വലിയ വലിയ തൂണുകൾ വെച്ചു കൊടുക്കേണ്ടി വരും, വലിയ വലിയ തൂണുകൾ. അല്ലെങ്കിൽ തന്നെ റോഡിൽ പോസ്റ്റ് കൊണ്ട് ബുദ്ധിമുട്ടാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ വലിയ വലിയ തൂണുകൾ കൂടി വെച്ചു കൊടുത്താൽ, അതും ഇടയ്ക്കിടയ്ക്ക് വെച്ചു കൊടുക്കേണ്ടി വരും. നഷ്ടല്ലേ കമ്പനിക്ക്? ഗവൺമെന്റ് നഷ്ടം വരിക. തൂണ് വെച്ചു കൊടുക്കുന്ന നഷ്ടമാണ്. സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടാണ്, സാങ്കേതികമായിട്ടും ബുദ്ധിമുട്ടാണ് അല്ലെ? റോഡ് സൈഡിൽ വാഹനങ്ങൾ അല്ലെങ്കിൽ തന്നെ വാഹനങ്ങൾക്ക് പോകുന്ന സ്ഥലമല്ല. അതിന്റെ ഇടയിൽ കൂടെ ഇനി പോസ്റ്റിന്റെ വണ്ണം കൂടി കൂട്ടി കഴിഞ്ഞാൽ അതിലാറ് ഇടങ്ങേറാവും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂല? വണ്ണം കൂട്ടി പ്രതിരോധം കുറക്കുക എന്നുള്ള പരിപാടിയും കൂടി അതും കൂടി തീരുമാനമായി. അപ്പൊ അതാ പ്രതിരോധവും തീരുമാനമായി. പിന്നെ എന്തേ പറ്റുള്ളൂ? ഏറ്റവും പ്രതിരോധം കുറഞ്ഞ കമ്പി ഉപയോഗിക്കാം. അത് പറ്റുമല്ലോ. ഏറ്റവും പ്രതിരോധം കുറഞ്ഞത് അതാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന അലുമിനിയം കമ്പി എന്ന് പറയണേ. മനസ്സിലായോ? അതാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ രണ്ട് കാര്യത്തിൽ തീരുമാനമായി. നമ്മുടെ ലക്ഷ്യം എന്താ? എന്ത് കുറക്കുക? താപം കുറക്കുക. അപ്പൊ താപം കുറക്കാൻ വേണ്ടി സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രതിരോധത്തെ നോക്കി, പ്രതിരോധം നമുക്ക് വണ്ണം കുറച്ചാണ്ട് എന്ത് ചെയ്യാം? വണ്ണം കൂട്ടിയാണ്ട് എന്ത് ചെയ്യാം? പ്രതിരോധം കുറക്കാം. പക്ഷെ വണ്ണം കൂട്ടുമ്പോൾ ഒരു പോരായ പ്രശ്നങ്ങളുണ്ട്. എന്താ? വണ്ണം കൂട്ടുമ്പോൾ ഭാരം കൂടുന്നു. ഭാരം കൂടിക്കഴിഞ്ഞാൽ ആ കമ്പിയെ താങ്ങി നിർത്താൻ എന്ത് ചെയ്യേണ്ടി വരും? വലിയ വലിയ തൂണുകൾ, വലിയ വലിയ പോസ്റ്റുകൾ വെച്ചു കൊടുക്കേണ്ടി വരും. അത് സാമ്പത്തികമായിട്ടും സാങ്കേതികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതും നടക്കൂല. ഇനി ആകളാരാ? കറണ്ടാണ്, വൈദ്യുതി കുറച്ചാൽ മതി. നമുക്കറിയാം, വൈദ്യുതി കുറച്ചാൽ താപം എന്ത് ചെയ്യും? നല്ലോണം കുറയും അല്ലെ? വൈദ്യുതി കറണ്ട് ചെറുതായിട്ട് കൂടിയാ താപം നന്നായിട്ട് കൂടും, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വൈദ്യുതി ഇരട്ടിയായാൽ താപം 4 ഇരട്ടിയായി കൂടും. വൈദ്യുതി പകുതിയായാൽ താപം 4ൽ 1 കുറയും. അപ്പൊ കറണ്ടാണ്, വൈദ്യുതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. ആണോ അല്ലേ? ആണ്. അപ്പൊ കറണ്ട് കുറച്ചാൽ മതി. ബാക്കി ഇതൊക്കെ പോട്ടെ, ഇതൊന്നും വേണ്ട നമുക്ക്. സമയവും പ്രതിരോധത്തിനൊക്കെ ഒഴിവാക്കി നിർത്തിയാലും ഇയാളെ പിടിച്ചിരുത്തിയാൽ മതി, വൈദ്യുതിയെ പിടിച്ചു നിർത്തിയാൽ മതി. നമുക്ക് എന്ത് കുറക്കാം? താപം കുറക്കാം. അങ്ങനെ നമുക്ക് വൈദ്യുതി നേരിട്ട് കുറച്ചാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കട്ടോ, വൈദ്യുതി നേരിട്ട് കുറച്ചാൽ P = I × V. ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? പവറിന്റെ മൂന്നാമത്തെ ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? P = IV. നമ്മൾ കറണ്ട് നേരിട്ട് കുറച്ചു എന്ന് വെച്ചോ. കറണ്ടാണ് കുറച്ചു. എന്ത് കുറക്കാൻ വേണ്ടി? താപം കുറക്കാൻ വേണ്ടി കറണ്ട്, വൈദ്യുതിയുടെ ഇന്റൻസിറ്റി, തീവ്രത കുറച്ചു എന്ന് വെച്ചോ. അങ്ങനെ കുറക്കാതെങ്കിൽ പവറിൽ വ്യത്യാസം വരും, പവറും കുറയും അല്ലേ? ഇവിടെ കറണ്ട് കുറഞ്ഞാൽ പവർ കുറയില്ലേ? ആലോചിച്ച് നോക്കി. നമ്മൾ ഇവിടെ കുറക്കാൻ വേണ്ടി, താപം കുറക്കാൻ വേണ്ടി ഇവിടെ കറണ്ട് കുറച്ചാല് അത് എന്തിനേയും കൂടി ബാധിക്കും? പവറിനെയും കൂടിയും ബാധിക്കും. പവറും കൂടി വേണ്ടേ നമുക്ക് എല്ലാ ഉപകരണത്തിലും വേണ്ട ആവശ്യത്തിന് പവർ കിട്ടണ്ടേ? അപ്പോ പവർ ഇങ്ങനെ നേരിട്ട്, വൈദ്യുതി നേരിട്ട് കുറച്ചാൽ പവറിൽ വ്യത്യാസം വരും. നമുക്ക് എന്ത് വ്യത്യാസം വരാൻ പാടില്ല?
എല്ലായിടത്തേക്കും ഒരേ പവർ കിട്ടണം. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും പവർ ഒരേമാതിരി കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഇവിടെ വിക്ക് ഒരു ഇക്വേഷൻ പറയും, വി ഈക്വൽ ടു ഐ. ഈ സമത്തിനപ്പുറം വരുമ്പോൾ എന്താവും? അടിഭാഗത്തേക്ക് വരും, പി ബൈ ഐ എന്നാവും. അപ്പോ പവറിൽ വ്യത്യാസം വരാതെ, നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, പവറിൽ വ്യത്യാസം വരാതെ വൈദ്യുതി കുറക്കാനുള്ള മാർഗം എന്താണെന്നറിയോ? വോൾട്ടേജ് കൂട്ടുക. ഇതുണ്ടോ? ഇവിടെ വോൾട്ടേജ് കൂട്ടി വെക്കുകയും നമ്മുടെ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയല്ലേ ചെയ്യാ? പ്രതിരോധ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? വിപരീതാനുപാതത്തിലല്ലേ? ഇക്വേഷൻ നോക്കി പറയും. ഇവിടെ വോൾട്ടേജ് കൂട്ടിയാൽ കറണ്ട് ഈ പവർ മാറില്ല കേട്ടോ, കോൺസ്റ്റന്റ് സ്ഥിരമാണ്. പവർ സ്ഥിരമാക്കി നിർത്തിയിട്ട് ഇവിടെ വോൾട്ടേജ് കൂട്ടിയാൽ എന്ത് കുറയും? കറണ്ട് കുറയും. എങ്ങനെ? ഇവിടെ വിപരീത അനുപാതത്തിലാണ് വരിക. വോൾട്ടേജ് കൂട്ടുമ്പോൾ കറണ്ട് ഇവിടെ കുറയുന്നു. അപ്പൊ കറണ്ട് കുറഞ്ഞാൽ പോരെ? ഇവിടെ കറണ്ട് കുറഞ്ഞാൽ പോരെ? എന്ത് കുറയും? താപം കുറയും. അപ്പോ നമുക്ക് താപം കുറക്കണമെങ്കിലുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇതാ, വോൾട്ടേജ് കൂട്ടലാണ്. എന്താണ്? വോൾട്ടേജ് കൂട്ടലാണ്. അപ്പൊ അതിന് കണ്ടോ, ഇപ്പൊ കിട്ടിയങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണ് വോൾട്ടേജ് 11 kV എത്ര വോൾട്ടിലേക്ക് ഉയർത്തുന്നത്? 220 kV ഉയർത്തുന്നത്. നമ്മളെ ചിത്രത്തിലെ ഫസ്റ്റ് ഭാഗം എടുക്കുക. ഫസ്റ്റ് ഭാഗം ചിത്രം ടെക്സ്റ്റ് ബുക്കിൽ അല്ല, നോട്ട്ബുക്കിൽ നിങ്ങൾ വരച്ച ചിത്രത്തില് ഫസ്റ്റ് സെക്ഷനില് പവർ സ്റ്റേഷൻ കണ്ടോ? പവർ സ്റ്റേഷനെ കണ്ടോ? അതിൽ കണ്ടോ പവർ ട്രാൻസ്ഫോമർ കണ്ടോ? 11 kV 220 kV മാറ്റിയ ആളാണത്. കണ്ടോ? അതാണ് ചോദ്യം. എന്തിനാണ് 11 kV 220 kV ഉയർത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് എന്ത് പറയുന്നത്? പ്രസരണ നഷ്ടം കുറക്കാൻ. ആലോചിച്ച് കേട്ടോ, മനസ്സിലാക്കി വെക്കുക. ഒറ്റ വാക്കിലെ ആൻസർ എന്താണ്? പ്രസരണ നഷ്ടം കുറക്കാൻ. ഇനി 2 മാർക്കൊക്കെയാണ് ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് തരുന്നതെങ്കിൽ അവിടെ എഴുതി വെക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ജൂൾ നിയമം അനുസരിച്ച് H = I²RT ആണ്. അപ്പൊ താപം കുറക്കണമെങ്കിൽ ഐയും ആറും ടിയും കുറയ്ക്കേണ്ടതുണ്ട്. സമയത്തെ നമുക്ക് കുറക്കാൻ പറ്റൂല, പ്രതിരോധവും കുറക്കാൻ നമുക്ക് പറ്റൂല. കുറക്കാൻ പറ്റുന്നത് വൈദ്യുതിയാണ്. വൈദ്യുതി നേരിട്ട് കുറച്ചാൽ പവറിൽ വ്യത്യാസം വരും. അപ്പൊ പവറിൽ വ്യത്യാസം വരാതെ വൈദ്യുതി കുറക്കാനുള്ള ഒരു മാർഗമാണ് വോൾട്ടേജ് കൂട്ടുക. പവറിൽ വ്യത്യാസം വരാതെ കറണ്ട് കുറക്കാനുള്ള ഒരു മാർഗമാണ് എന്ത്? വോൾട്ടേജ് കൂട്ടുക. അപ്പൊ കറണ്ട് അവിടെ കുറഞ്ഞാൽ എന്ത് കുറയും? താപവും കുറയും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രസരണ നഷ്ടം ഒഴിവാക്കാൻ സാധിക്കും. അതിനാണ് എന്ത് ചെയ്യുന്നത്? വോൾട്ടേജ് കൂട്ടി അയക്കുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് ആകെ 220 വോൾട്ട്. ഇപ്പൊ താപരൂപത്തിൽ നഷ്ടമൊന്നും ഇല്ലാന്ന് വെച്ചോ. താപരൂപത്തിൽ നഷ്ടമൊന്നും ഇല്ലാന്ന് വെച്ചോ. എത്ര മതി അറിയോ? 230 വോൾട്ട് മതി. 230 വോൾട്ട് മതി. അത് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഇത് ഷെയറിംഗ് അല്ല, ഞാൻ പറഞ്ഞു. 230 ഇങ്ങോട്ട് 230 അങ്ങോട്ട് പരിപാടി അല്ല. ഇത് ഒറ്റൊരു കറണ്ട് വരികയാണ്. അത് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാ ഭാഗത്തും 230 വോൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും. മനസ്സിലായോ? പക്ഷെ അവിടെ നമ്മൾ എന്തുണ്ട്? ജൂൾ നിയമം നമുക്ക് അറിയുന്നതുകൊണ്ട് ചാലകത്തിലൂടെ ഒരു കമ്പിമ കൂടെ കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കമ്പി ചൂടാവുമെന്നും അപ്പൊ കറണ്ട് ഒക്കെ താപരൂപത്തിൽ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള കൺസെപ്റ്റ് ആദ്യം തലയിൽ വേണം. ഓക്കെ ആണോ? അപ്പോ എന്ത് കിട്ടിയിപ്പോ? ഒറ്റ ആൻസർ കിട്ടിയില്ലേ? ആ പേജിൽ പറഞ്ഞ കാര്യങ്ങൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ആ പേജിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. അതിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ഈ വരുന്ന സാധനങ്ങൾ ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക്ക് നമുക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് വരുന്ന എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. സമയം 9 മണിയാകുമ്പോൾ പറയണേ. 9 മണിയാകുമ്പോൾ പറയണം. ഇനി പറയും അടുത്ത ടോപ്പിക് ഏതാ? ഗൃഹവൈദ്യുതീകരണം. ഗൃഹവൈദ്യുതീകരണം. എന്നാ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ ഉണ്ട്. വലിയ ഭാഗ്യമാണ്, ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ ഉണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് ഇരിക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നോക്കുക. ഞാൻ ബോർഡുമ്മ വരക്കും. ആ ടെക്സ്റ്റ് ബുക്ക് നോക്കുക. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എത്തിച്ചിട്ടുണ്ട്? നമ്മൾ സർവീസ് വെയർ വരെ എത്തിച്ചു നിർത്തിയിട്ടുണ്ട് അല്ലേ? വീട്ടിന്റെ അറ്റത്ത് വരെ എത്തിച്ച് നിർത്തിയിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർമ്മയില്ല, എന്താ വിതരണ ട്രാൻസ്ഫോമറിന് 4 ലൈനാണ് വരുന്നത് എന്ന് പറഞ്ഞു. അത് 2 ലൈന് നമ്മളെ വീട്ടിലേക്ക് മതി, ഒരു ന്യൂട്രലും ഒരു ഫേസും മതി എന്ന് പറഞ്ഞു. ആ ഫേസും ന്യൂട്രലും നമ്മൾ ഇനി വീട്ടിന്റെ ഉള്ളിൽ കൊടുക്കാൻ പോവാണ്. ഓക്കെ,
നമ്മളെ വീട്ടിലേക്ക് കയറാൻ പോവാണ്, ഇനി ഉള്ളിൽ കയറാൻ പോവാണ്. കഴിഞ്ഞ ഞാൻ പറഞ്ഞ വീട്ടിൽ ആ ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വന്നോണ്ടു, മീറ്ററും അതിന്റെ മറ്റേ എന്താ ഫ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വരാൻ പറഞ്ഞിരുന്നു. എന്നാ ശ്രദ്ധിച്ച് കേട്ടോളൂ, കണ്ടോളൂ. ഫസ്റ്റ് തുടങ്ങാനായിട്ടാ ഇതാ വരുന്നു. പോസ്റ്റുമെന്ന് 2 ലൈനാ വരുന്നത്. പോസ്റ്റുമെന്ന് 2 ലൈന്. ഇത് ഫേസ് ആണ്, ഇത് ന്യൂട്രൽ ആണ്. ടെക്സ്റ്റ് ബുക്കും മുന്നിൽ വെച്ചോണ്ടു ഞാൻ പറയുന്നതും കേട്ടിരുന്നോണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ, എന്നിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ നമുക്ക് അങ്ങനെ നോക്കി നോക്കി പോവാം. ഫസ്റ്റ് വരുന്നത് നമ്മൾ ഈ 2 വയറും കറുത്തൊരു വയർ ഇങ്ങനെ വരുന്നത് കാണാം വീട്ടിക്ക്. പോസ്റ്റുമെന്നേ നമ്മളെ വീടിന്റെ മുന്നിൽ ലൈനിൽ പോകൂലേ, ആ പോകുമ്പോ കാണാം അതിമൊന്നൊരു കറുത്ത വയർ ഇങ്ങനെ വരുന്നു. ആ കറുത്ത വയറിൽ 2 ലൈൻ ഉണ്ടാവും എന്ന് മനസ്സിലാക്കി വെച്ചോ. 2 വയർ ഉണ്ടാവും. ഏതൊക്കെ ഉണ്ടാവുക? ഒരു ഫേസും ഉണ്ടാവും, ഒരു ന്യൂട്രലും ഉണ്ടാവും. ശ്രദ്ധിച്ച് മനസ്സിലാവാത്ത ഒക്കെ ഒന്ന് നോക്കിയിട്ട് വീട്ടിൽ പോയിട്ട് നോക്കണം, എല്ലാ സാധനങ്ങളും നോക്കണം. ഇന്ന് ഞാൻ ഈ പറയുന്ന മൊത്തം അത് നേരെ വരുന്നത് എവിടേക്കാണ് നിങ്ങൾക്ക്? കിലോ വാട്ട് അവർ മീറ്റർ, മീറ്റർക്കാണ് വരുന്നത്. കിലോ വാട്ട് അവർ മീറ്റർ. ആ മീറ്ററിന്റെ പേര് എങ്ങനെയാണ്? കിലോ വാട്ട് അവർ മീറ്റർ, KWH മീറ്റർ. ഫസ്റ്റ് സർവീസ് വെയർ കൊടുക്കുന്നത് മീറ്ററിലേക്കാണ്. ഫസ്റ്റ് പോയിന്റ് അതാണ്. വീടിന്റെ ഉള്ളിലേക്ക് കറണ്ട് കൊടുക്കുന്നതിന് മുമ്പ്, ഉപകരണങ്ങളിലേക്കൊന്നും നേരിട്ട് കൊടുക്കുന്നതിന് മുമ്പ്, അഥവാ നമ്മൾ സാധനം നേരെ കമ്പി എടുത്താണ് ബൾബുക്കും ഫാനുക്കും കൊടുക്കല്ലോ, ആണോ? ആ നേരെ കമ്പി നേരെ ബൾബുക്കും ഫാനും കൊടുക്കുക അല്ല. കുറേ ഉപകരണങ്ങൾ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. എന്താണ് ഓരോന്നിന്റെയും പണി, എന്താണ് എന്തിനു വേണ്ടിയിട്ടാണുള്ള സാധനങ്ങൾ എന്നൊക്കെ നമ്മൾ ഇന്ന് പറയാൻ പോണേ. റെഡി? കേട്ടോളൂ. ഫസ്റ്റ് കൊടുക്കുന്ന കൊടുക്കുക കിലോ വാട്ട് അവർ മീറ്ററിലേക്കാണ് കൊടുക്കുക. എന്താ ഇതിന്റെ പണി? എന്താ മീറ്ററിന്റെ പണി? എന്താ മീറ്ററിന്റെ പണി? ഓയ് ഈ ചെങ്ങമേൽ ചോദിച്ചു, എന്തിനാ മീറ്റർ ഉപയോഗിക്കണേ? നന്ദു പറഞ്ഞേ. നന്ദു, എന്തിനാ എന്റെ വീട്ടില് മീറ്റർ ഉപയോഗിക്കുന്നത്? വെറുതെ ചൊർക്കിനാ? ഒരു സാധനം ഇങ്ങനെ ചൊർക്കി, ഇങ്ങനെ ലൈറ്റ് ഒക്കെ കത്തിക്കാൻ ചൊർക്കിന് വേണ്ടിട്ടാ? എത്ര ഉപയോഗിച്ച് നടക്കണല്ലേ? ആ വൈദ്യുതിയുടെ ഉപഭോഗം അളക്കാനാണ്. അഥവാ അങ്ങോട്ട് നോക്കിയും, ഇവിടെ ഇത് നമ്മളെ വീടാണ്. ഓക്കെ, ഇവിടെ മുതൽ എന്ത് ചെയ്യും? ഇതിന്റെ ഇപ്പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ വൈദ്യുതിയുടെ അളവും ആര് റീഡ് ചെയ്യും? ആര് മാർക്ക് ചെയ്യും? മീറ്റർ മാർക്ക് ചെയ്യും. അത് നമ്മളൊരു ബൾബ് കത്തിച്ചാലും, നമ്മൾ ഫാൻ വർക്ക് ചെയ്യിച്ചാലും, നമ്മൾ എന്ത് ഉപകരണങ്ങൾ വർക്ക് ചെയ്യിച്ചാലും അത് അളക്കും. ഇവിടെ കൂടെ എന്ത് ചെയ്യും? കറണ്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളിലൂടെ കറണ്ട് അങ്ങോട്ട് പോവുള്ളൂ. അപ്പൊ ആ പോണ കറണ്ടിനെ ആര് റീഡ് ചെയ്യും? മീറ്റർ റീഡ് ചെയ്യും. അപ്പൊ എന്താ മീറ്ററിന്റെ പണി വെച്ചാൽ, നമ്മുടെ വീട്ടിലെ വൈദ്യുത ഉപഭോഗം അല്ലെങ്കിൽ വൈദ്യുത ഉപയോഗം അളക്കാനുള്ള ഉപകരണമാണ്. വൈദ്യുത ഉപഭോഗം അളക്കാനുള്ള ഉപകരണമാണ് മീറ്റർ. ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. അന്തമുട്ട് ഇങ്ങനെ ഇരുന്നോളി ഇടാ. അതിന്റെ സൈഡിൽ എവിടെയൊക്കെ എഴുതി വെച്ചോളി. എന്തിനാ മീറ്റർ എന്ന് ചോദിച്ചാൽ എന്താണ് മീറ്ററിന്റെ ഉപയോഗം? എന്താ? ആ വൈദ്യുതിയുടെ ഉപഭോഗം അളക്കാനുള്ള, നമ്മുടെ വീട്ടിലെ വൈദ്യുതിയുടെ ഉപഭോഗം അളക്കാനുള്ള ഉപകരണമാണ് എന്ത്? മീറ്റർ. അതിന്റെ പേര് കിലോ വാട്ട് അവർ മീറ്റർ. കിലോ വാട്ട് അവർ അല്ലെങ്കിൽ KWH മീറ്റർ. കിലോ വാട്ട് അവർ നമുക്ക് പറയാം കേട്ടോ. അത് വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. വൈദ്യുത ഉപഭോഗം അളക്കാനുള്ള ഉപകരണമാണ് മീറ്റർ. റെഡി? നിങ്ങൾ നോക്കി. അതിനുശേഷം നേരെ നോക്കൂട്ടോ, നോക്കൂ. അതിനുശേഷം നേരെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഫേസ് ലൈന് ചുവപ്പ് കളറിലേക്ക് കൊടുത്തിട്ടുണ്ടാവുക, റെഡ് കളറിലേക്ക് കൊടുത്തിട്ടുണ്ടാവുക. ന്യൂട്രൽ ലൈന് ബ്ലാക്ക് ആയിരിക്കും. അതും ശ്രദ്ധിച്ചു വെച്ചോണ്ട് കേട്ടോ. ന്യൂട്രൽ ചുവപ്പ് കളർ, ചുവപ്പായിരിക്കും, റെഡ് ആയിരിക്കും. ന്യൂട്രല് ബ്ലാക്ക് ആയിരിക്കും. പിന്നെ ഒരു കളറും കൂടി ഉണ്ട്, പച്ച. നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ. എർത്താണ്, അത് ലാസ്റ്റ് പറയാം, അവസാനം പറയാം. അപ്പൊ ഈ 2 ലൈനും ആദ്യം പരിഗണിക്കുക, ഫേസും ന്യൂട്രലും. എന്നിട്ട് നോക്കിക്കോളൂ. പിന്നെ നമ്മൾ പഠിച്ചൊരു സാധനമാണ്, പിന്നെ നമ്മൾ കാണുന്നത്, രണ്ടാമത് കാണുന്നത് പഠിച്ച സാധനമാണ്. അഥവാ മീറ്ററിന്റെ താഴെ, നിങ്ങൾ വീട്ടിൽ നോക്കുമ്പോൾ മീറ്ററിന്റെ നേരെ താഴെ ഉണ്ടാവും ഒരു ഊരിക്കുത്തുന്ന സാധനം. എന്താ അതിന്റെ പേര്? ആ, ഫ്യൂസിനെ കുറിച്ച് നമ്മൾ ഇനി പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം 1ാം ചാപ്റ്ററിൽ വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിങ്. ഓർമ്മ ഉണ്ടോ? ഓർമ്മ ഇല്ലെങ്കിൽ നിങ്ങളെ തലക്കേന്ന് കിട്ടും. ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും സംഭവിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നമ്മുടെ ഉപകരണങ്ങളിൽ നമ്മളെയൊക്കെ സംരക്ഷിക്കാനുള്ള സംവിധാനമാണ് എന്ത്? സുരക്ഷാ ഫ്യൂസ്. നേരെ മീറ്ററിന് താഴെ ഉണ്ടാവും. നമ്മളെ വീട്ടിലെ മീറ്ററിന് നേരെ താഴെ ഉണ്ടാവും വലിയൊരു ഫ്യൂസ്. അതാണ് ഈ കൊടുത്തിട്ടുള്ളത്. അത് കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാ നിങ്ങൾ നോക്കണം. അതാണ് പോയിന്റ്. എന്താ ജീബ? അതൊരു പെട്ടിന്റെ ഉള്ളിലേക്കരം. പെട്ടിന്റെ ഉള്ളിലൊന്നും ആവാൻ ചാൻസ് ഇല്ല. നേരെ മീറ്ററിന് താഴെ ഉണ്ടാവും.
പെട്ടിന്റെ ഉള്ളിൽ ഇപ്പൊ പുതിയ അപ്പൊ വേറൊരു പെട്ടി ഉണ്ടാവില്ല, എന്ത് സംഭവം? ഒരു താത്തും മുണിച്ചും മെയിൻ സ്വിച്ച് അല്ലേ, അത് മെയിൻ സ്വിച്ച് ആണ്. അത് പഴയ വീടുകൾ, ഇപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. മെയിൻ സ്വിച്ച് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ DP ഒക്കെ ആക്കിയിട്ടുണ്ട്. അത് പറയാം. അപ്പൊ നോക്കിക്കോ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കിയും ഫേസ് ലൈനിലാണ് ഫ്യൂസ്. ശ്രദ്ധിക്കുക, ന്യൂട്രലുമായിട്ട് യാതൊരു കണക്ഷനും ഫ്യൂസിന് ഇല്ല. കേൾക്കുന്നുണ്ടെങ്കിലേ? അപ്പോ ഫ്യൂസ് കണക്ട് ചെയ്യുന്നത് ഏത് ലൈനിലാന്ന് ചോദിക്കും. ഫ്യൂസ് കണക്ട് ചെയ്യുന്നത്, മെയിൻ ഫ്യൂസ്, സുരക്ഷാ ഫ്യൂസ് കണക്ട് ചെയ്യുന്നത് ഫേസ് ലൈനിലാണ്. ന്യൂട്രലിൽ കണക്ഷൻ ഇല്ല. ഏത് രീതിയിലാ? സമാന്തരമാണോ ശ്രേണിയാണോ? സമാന്തരമാണോ ശ്രേണിയാണോ? ശ്രേണി. സമാന്തരം. സമാന്തര. ഞാൻ എന്താണ് ഇതെങ്ങനെ സമാന്തരമാവുക? ശ്രേണിയാണ് കേട്ടാ, ശ്രേണി രീതിയിലാണ്. അപ്പൊ മെയിൻ ഫ്യൂസും ആയി, രണ്ടാമത്തെ മെയിൻ ഫ്യൂസ് ആയി. മൂന്നാമത്തെ നോക്കിക്കോളൂ. മൂന്നാമത്താണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. മൂന്നാമത്തെ നോക്കിക്കോ. മൂന്നാമത്താണ് നമ്മളെ വീടിന്റെ ഉള്ളിലേക്ക്, ഇനി ഉള്ളിലേക്ക് കയറിയാണ് കേട്ടോ, ഉള്ളിലേക്ക് കയറിയാണ്. ഇപ്പൊ പുറത്തത്തെ സാധനങ്ങൾ 2 കഴിഞ്ഞു, ഉള്ളിലേക്ക് കയറിയാണ്. അതാണ് എന്ത്? മെയിൻ സ്വിച്ച്. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇങ്ങോട്ട് നോക്കൂ. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചിത്രം ഒക്കെ ഓരോ കല്ലുകളായിട്ട് ഇങ്ങനെ തോന്നും, ഓരോ പെട്ടികളായിട്ടൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ തോന്നും. അപ്പൊ പക്ഷെ ആ ടെക്സ്റ്റ്, ആ പെട്ടിന്റെ ഉള്ളിലൊക്കെ വളരെ ശ്രദ്ധയോടെ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത് കണ്ടങ്ങള്, ഇതിന്റെ ചിഹ്നം കണ്ട, ഇതിന്റെ രണ്ടിനും ചിഹ്നം കണ്ടങ്ങള്. ഇതെന്തിനാ ചിഹ്ന? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്തിനാ ചിഹ്ന? സ്വിച്ചിന്റെ ചിഹ്നാണ്. അപ്പോ ഇത് മെയിൻ സ്വിച്ച് ആണ്. മെയിൻ സ്വിച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്വിച്ചിന്റെ പണി എന്താ? സാധാരണ ഒരു സ്വിച്ചിന്റെ പണി എന്ന് പറഞ്ഞാൽ, ഒരു ബൾബിന്റെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ബൾബിലേക്കുള്ള കറണ്ടിനെ തടയാ, അല്ലെ? അല്ലെങ്കിൽ ബൾബിലേക്കുള്ള കറണ്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇത് മെയിൻ സ്വിച്ച് ആണെന്ന് പറഞ്ഞാൽ മെയിൻ ആണ് ആള്. അഥവാ വീടിന്റെ ഉള്ളിലേക്കുള്ള എല്ലാ ഉപകരണങ്ങളിലേക്കുള്ള, വീട്ടിന്റെ ഉള്ളിൽ കറണ്ട് കടക്കണമെങ്കിൽ ആര് ഓൺ ആവണം? ഈ സ്വിച്ച് ഓൺ ആവണം. മനസ്സിലായോ? കേൾക്കുന്നില്ല? മനസ്സിലായില്ല? തിരിയുന്നില്ല പറയണ. ഈ സ്വിച്ച് നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോ, അല്ലെ, നമ്മൾ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ 2 ദിവസമൊക്കെ വീട് അടച്ചിട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടാ പോവാ, അല്ലെ? മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടാ പോവാ. കാരണം എന്താ? പിന്നെ അതിനുള്ളിൽ നമുക്ക് കറണ്ട് പോകില്ല. അപ്പൊ എല്ലാ ഉപകരണങ്ങളിലേക്കുള്ള വൈദ്യുതിയെ തടയാനുള്ള ഉപകരണമാണ് എന്ത്? മെയിൻ സ്വിച്ച്. ശ്രദ്ധിക്കണേ, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഈ ഒരു പെട്ടി ഇങ്ങനെ വരക്കും. ഈ പെട്ടി ഇങ്ങനെ വരച്ചിട്ട് ഇതെന്താണ്, ഇതിന് A എന്ന് കൊടുക്കും. ഇതിന് പേരൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിന് B എന്ന് കൊടുക്കും, ഇതിന് C എന്ന് കൊടുക്കും. എന്നിട്ട് ഇത് ഏതാ ഉപകരണങ്ങൾ എന്ന് ചോദിക്കും. അപ്പൊ ഉപകരണം തിരിച്ചറിയാനുള്ള മാർഗം ഇവിടെ നോക്കി. സ്വിച്ച് കണ്ടങ്ങൾ, ഈ സ്വിച്ച് കണ്ടോ? ഫേസിലുണ്ട്, ന്യൂട്രലുണ്ട് സ്വിച്ച്. ഇതാണ് മെയിൻ സ്വിച്ച്. അല്ലാതെ വെറുതെ കുറെ പെട്ടി ഇങ്ങനെ വരച്ചേക്കല്ല. ആ പെട്ടിന്റെ ഉള്ളിലൊക്കെ കുറെ സംഭവങ്ങൾ പഠിക്കേണ്ടതുണ്ട്. മെയിൻ സ്വിച്ച് എന്താ? മെയിൻ സ്വിച്ചിന്റെ പണി, മെയിൻ സ്വിച്ചിന്റെ ധർമ്മം എന്താ? ഏത് സാധാരണ സ്വിച്ച് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ മെയിൻ സ്വിച്ചും പ്രവർത്തിക്കുക. പക്ഷെ മെയിൻ സ്വിച്ച് അല്ല, മെയിൻ എന്ന് പറഞ്ഞ വാക്കിന് എന്താ? എല്ലാ മെയിൻ ആളാണ്. എല്ലാ ഉപകരണങ്ങളിലേക്കുള്ള വൈദ്യുതിയെ നിയന്ത്രിക്കുന്ന ഉപകരണമാണ്. വൈദ്യുതിയെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുന്ന, അല്ലെങ്കിൽ കൊടുക്കുന്ന ഉപകരണമാണ് എന്ത് പറയുന്നത്? മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ഇനി അടുത്തത് മെയിൻ സ്വിച്ച് കഴിഞ്ഞാല് നോക്കിക്കോ. ഇപ്പോ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ പുതിയ വീടുകളൊക്കെ ഉണ്ടാകുമ്പോൾ, പഴയ വീടുകളിലൊക്കെ പഴയ സിസ്റ്റം തന്നെയായിരിക്കും. ഇപ്പൊ പുതിയ വീടുകളൊക്കെ ഉണ്ടാക്കുമ്പോ ചെറിയൊരു ഡോറ് കാണാം, അല്ലെ? വീടിന്റെ ഉള്ളില് മുകളിൽ ചെറിയ ഡോറ് കാണാം. ചെറിയ ഡോറ് കാണുമ്പോ അതിലുണ്ടാവും കുറെ കുഞ്ഞു കുറെ സ്വിച്ചുകൾ, കറുത്ത സ്വിച്ചുകൾ. കണ്ടുകണോ? ആ കുഞ്ഞു സ്വിച്ചിന്റെ മുമ്പ് അതിനേക്കാളും വലിയൊരു സ്വിച്ച് ഉണ്ടാവും. ഒരേപോലത്തെ കറുത്ത സ്വിച്ച് ഉണ്ടാവും. അതിന്റെ തൊട്ട് മുമ്പ് ഇങ്ങോട്ട് ഈ സൈഡില് എന്തുണ്ടാവും? ഒരു നീല കളറോ അല്ലെങ്കിൽ ചുവപ്പ് കളറോ ഒരു കറുത്ത കളറോ അതിനേക്കാളും കുറച്ച് വലിയ സ്വിച്ച് ഉണ്ടാവും. അതിനെക്കാട്ടിലും വലിയ സ്വിച്ച് ഉണ്ടാവും. ഫസ്റ്റ് ഒരു ചുവപ്പ് കളറിലുണ്ടാവും വലിയൊരു സ്വിച്ച്. അതാണ് മെയിൻ സ്വിച്ച് ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. DP എന്ന് പറയും നമ്മള്. ഇപ്പത്തെ ഭരണങ്ങളിലൊക്കെ ആ മെയിൻ സ്വിച്ചിനെ ഓഫ് ആക്കിയാൽ മതി, എല്ലാ റൂമുകളിലേക്കുള്ള കറണ്ട് ഓഫ് ആവും. മനസ്സിലായോ? അതിനുശേഷം വരുന്ന രണ്ടിന്റെയും നടുവില് വലിയൊരു സ്വിച്ച് ഉണ്ടാവും, ചെറിയ കുറെ സ്വിച്ച് ഉണ്ടാവും. ആ രണ്ടിന്റെയും ഇടയിലുണ്ടാവും വലുപ്പത്തിൽ രണ്ടിന്റെ ഇടയിൽ പോലത്തെ ഒരു സ്വിച്ച് ഉണ്ടാവും. ചിലപ്പോൾ കറുപ്പാവാം, നീലയാവാം, ഒക്കെ കളറാവാം. കളറൊന്നും നോക്കണ്ട. രണ്ട് സ്വിച്ചുകളുടെയും
ഇടയിലുള്ള സ്വിച്ചിനെയാണ് നമ്മൾ വരക്കാൻ പോകുന്നത്. അതിനെ പറയുന്ന പേരാണ്, ശ്രദ്ധിച്ച് കേൾക്കുക, പുതിയ ടേമാണ് ELCB. ELCB. വാട്ട് ഇസ് മീൻ ബൈ ELCB? ടെക്സ്റ്റ് ബുക്കിൽ ELCB MCB ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതൊന്നും പറയില്ല, ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ. ELCB എന്താണെന്നുള്ളത് ഈ ഫിഗർ തന്നെ പഠിച്ചു. ടെക്സ്റ്റ് ബുക്കിൽ MCB ELCB ഒക്കെ അടുത്ത പേജിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ELCB MCB അപ്പുറം മാർക്ക് മുന്നിൽ വരയ്ക്കും. സുരക്ഷാ ഫ്യൂസ്, ELCB MCB എന്നൊക്കെ പറഞ്ഞ താഴത്ത് കോളം ഇതിൽ കാണാം. MCB എന്നുണ്ടാവും ബോർഡ്, ഒരു ഹെഡിങ് കണ്ടോ? നീ കണ്ടനെ മറിക്കേ. ഇത് ഇവിടെ തന്നെ പഠിച്ചു പോവാ. ELCB എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ? ആദ്യം ഫുൾ ഫോം ഒന്ന് എഴുതി വെക്കും. അതിന്റെ ഫുൾ ഫോം ഒന്ന് എഴുതി വെക്കും. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. എർത്ത്, E ഫോർ എർത്ത്, L ഫോർ ലീക്കേജ്, C ഫോർ സർക്യൂട്ട്, B ഫോർ ബ്രേക്കർ. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അതാണ് ELCB ഫുള്ള്. എഴുതിയാ? എഴുതില്ല? ഇനി എന്താ അതിന്റെ പണി? എന്താ ഇതിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കാട്ടാ. ഇനി ഇവിടെ നോക്കി, നിങ്ങളൊക്കെ എല്ലാവരും നോക്കി. എന്തിനാ അപ്പൊ ഈ ഒരു സാധനം ഇത്രയും കാലം നമ്മളൊന്നും കേട്ടിട്ടില്ല, എവിടെ നമുക്കൊരു ഉപകാരമില്ല, ഒന്നുമില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പുതിയ സാധനമാണ് ELCB. ഇപ്പൊ ഉപയോഗിക്കുന്നത് RCCB ആണ്. ഇപ്പൊ തൽക്കാലം പറയാം RCCB ആണ്, ഓർ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് RCCB ആണ്. അത് പറയാം. എന്താണ് ELCBന്റെ പണി എന്ന് ചോദിച്ചാൽ, ELCBന്റെ പണി വെച്ചാൽ, നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളെ വീടുകളിലൊക്കെ ഷോക്കേറ്റ് മരണം സംഭവിക്കുമായിരുന്നു. പണ്ടൊക്കെ വീടിന്റെ ഉള്ളിലൊക്കെ ആൾക്കാർക്ക് ഷോക്കേറ്റാണ്ട് മരിക്കുമായിരുന്നു. എങ്ങനെ ഷോക്കേൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് ഷോക്കേൽക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിലൂടെ കറണ്ട് എന്ത് ചെയ്യുന്നു? താഴത്തേക്ക് പോവാ, ഭൂമിക്ക് പോവാ. അതിനല്ലേ ഷോക്കേൽക്കുക എന്ന് പറയാ? അല്ല മനുഷ്യന്മാരെ, എന്താ ഈ ഷോക്കേൽക്കുക എന്ന് പറഞ്ഞാൽ വൈദ്യുതി ശരീരത്തിലൂടെ അങ്ങനെ കറന്നിട്ട് നേരെ ഭൂമിക്കാണ് എർത്തിക്കാൻ പോണീനാണ് ഷോക്കേൽക്കുക എന്ന് പറയാം. അപ്പോ അങ്ങനെ ഷോക്കേറ്റുള്ള മരണം സംഭവിക്കുമായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ സർക്യൂട്ടുകൾ, പുതിയ വീടുകളിൽ നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും എന്ത് കേൾക്കൂല. വീടിന്റെ ഉള്ളില് വൈദ്യുത ഷോക്കേറ്റ് മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തകൾ കേൾക്കൂല. എന്തുണ്ടെങ്കിൽ ഈ സാധനം നമ്മളെ വീടിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ. മനസ്സിലാണ്ടോ? അപ്പൊ നമ്മുടെ സംരക്ഷണം, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ആ ELCB എന്ന് പറയുന്നത്. എന്താ സംഭവിക്കുക എന്നറിയോ? ELCBന്റെ ഫുള്ളിന്റെ വാക്ക് നോക്കുക, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഇപ്പൊ ഞാനിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക, ഇങ്ങോട്ട് നോക്കി. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ശരീരത്തിലെ കറണ്ട് എന്ത് ചെയ്തു? എർത്തിലേക്ക്, പക്ഷേ ഷോക്കേറ്റു. അങ്ങനെ ഷോക്കേറ്റത് മില്ലി ആംബിയർ, എനിക്ക് 10 മില്ലി ആംബിയർ ശരീരത്തിലൂടെ പാസ് ചെയ്യുമ്പോഴേ ഞാൻ മരിക്കുള്ളൂ എന്ന് വെച്ചോ. ശരീരത്തിൽ 10 മില്ലി ആംബിയർ കറണ്ടെങ്കിലും വേണം. പക്ഷേ ഇവിടെ ഒരു 2 മില്ലി ആംബിയർ കറണ്ട് ഭൂമിയിലേക്ക് പോകുമ്പോഴത്തേനും ആര് കട്ടാവും? ELCB കട്ടാവും. മനസ്സിലാണ്ടോ? ഞാൻ മരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് നല്ലോണം അപകടം സംഭവിക്കണമെങ്കിൽ എന്റെ ശരീരത്തിലൂടെ 10 മില്ലി ആംബിയർ കറണ്ട് ഭൂമിയിലേക്ക് പോയാലേ എനിക്ക് അപകടം കൂടുള്ളൂ, പ്രശ്നമുള്ളൂ. പക്ഷേ ഈ ELCB നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ എർത്തിലേക്ക്, ഭൂമിയിലേക്ക് എർത്ത് ലീക്കാവുക, ഭൂമിയിലേക്ക് എന്ത് ചെയ്യൂല? ഒരു കുറഞ്ഞ കറണ്ട് പോലും ലീക്കാവാൻ ആര് സമ്മതിക്കൂല? ഇയാൾ സമ്മതിക്കൂല. ലീക്കായാൽ, കറണ്ട് എവിടെയെങ്കിലും ഷോർട്ടായിട്ട് കറണ്ട് എങ്ങാനും ഭൂമിയിലേക്ക് പോയാ അപ്പൊ ആര് ഓഫ് ആവും? ഓട്ടോമാറ്റിക്കലി ELCB ഓഫ് ആവും. മനസ്സിലാവുണ്ടോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യൂല? കറണ്ട് നഷ്ടപ്പെട്ടു പോകൂല. നമുക്ക് ഷോക്ക് ഏൽക്കാൻ ചാൻസ് ഇല്ല. ഷോക്ക് ഏൽക്കണമെങ്കിൽ മിനിമം കറണ്ട് വേണ്ടേ? ആ മിനിമം കറണ്ട് പോകുമ്പോഴത്തേനും ഇവിടെ ആര് കട്ടാവും? ELCB കട്ടാവും, പിന്നെ കറണ്ട് ഇല്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇത് നമ്മളെ സംരക്ഷണം, നമ്മളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ലേ, നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ലേ. എപ്പോ നമുക്ക് ഭൂമിയിലോട്ട് ഒരു മില്ലി ആംബിയർ കറണ്ട് പോലും കടന്നു പോവാൻ ELCB സമ്മതിക്കൂല. മനസ്സിലായോ? അപ്പൊ ഈ സംവിധാനം നമ്മളെ വീട്ടിലുണ്ട്. പുതിയ വീട്ടിൽ പുതിയ കണക്ഷൻ ഒക്കെ വെച്ചെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇന്ന് പോയിട്ട് നോക്കുക, ക്ലാസ് കഴിഞ്ഞ ശേഷം ഓരോ സ്വിച്ചും നോക്കുക, തുറന്നാട് നോക്കിക്കൊണ്ടു, അതിന്റെ ഡോറ് തുറന്ന് നോക്കിയാൽ മതി. ഇനി അടുത്ത് നോക്കിക്കോളൂ. ELCB കഴിഞ്ഞ ഇതാണ് ഇനി മെയിൻ ഭാഗമാണ് വരുന്നത് കേട്ടോ. മെയിൻ ഭാഗമാണ് വരുന്നത്, ശ്രദ്ധിച്ച് കേട്ടോളൂ. ചെറിയ കുഞ്ഞു 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 സ്വിച്ചുകൾ കാണാൻ, കണ്ടുകണോ? കറുത്ത സ്വിച്ചുകള്
നിങ്ങൾ ഹോസ്പിറ്റലിലോ അങ്ങനെ ഈ സ്വന്തം വീടുകളിൽ ഇല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റൂല. ഹോസ്പിറ്റൽ വലിയ വലിയ ബിൽഡിങ്ങിലൊക്കെ ഇപ്പൊ പുതിയ കണക്ഷനൊക്കെ അങ്ങനെയാ. അവിടെ കാണാം ചെറിയ ചെറിയ സ്വിച്ചുകൾ കാണാം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ വീട്ടിലൊരു 4 റൂം ഉണ്ട് എന്ന് വെച്ചോ, 2 ബെഡ്റൂമും ഉണ്ട്, ഒരു കിച്ചണും ഒരു ഹാളും ഉണ്ട് എന്ന് വെച്ചോ. ഇങ്ങനെ ഉണ്ടെങ്കിൽ 4 റൂമിനും 4 MCB ഉണ്ടാവും, 4 ചെറിയ സ്വിച്ച് ഉണ്ടാവും. ശ്രദ്ധിച്ച് കേൾക്കണേ. എത്ര റൂം വീട്ടിലുണ്ടോ അത്ര റൂമിനും എന്തുണ്ടായിരിക്കും? ഒരു MCB ഉണ്ടായിരിക്കും, ഓരോ MCB ഉണ്ടായിരിക്കും. അഥവാ MCBന്റെ പണി എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചു കേട്ടോ, MCBയുടെ പണി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്യൂസില്, ഈ ഫ്യൂസ് ഇതെന്താ ചെയ്യണത്? ഇതെന്താ ചെയ്യാം? ഫ്യൂസിന്റെ പണി എന്താ? ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ സംഭവിച്ചാൽ ഇതിന്റെ ഉള്ളിലേക്ക്, വീടിന്റെ ഉള്ളിലേക്ക് കറണ്ട് കടത്തി വിടൂല. ഓക്കെ അല്ലേ? അത് ഉരുകിയിട്ട് പൊട്ടും അല്ലേ? അതേപോലെ തന്നെയാണ് MCB എടുക്കുക. MCBന്റെ പണി എന്ന് വെച്ചാൽ ഓരോ റൂമിക്കാണല്ലോ ഓരോ MCB എടുക്കുക അല്ലേ? അപ്പൊ ആ റൂമിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാല്, ആ റൂമിൽ എന്തെങ്കിലും തകരാറുകളോ പ്രശ്നങ്ങളോ ഈ ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡിംഗ് ഒക്കെ ഉണ്ടായാല് ആ റൂമിനെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനമാണ് എന്ത് എന്ന് പറയുന്നത്? MCB എന്ന് പറയുന്നത്. എന്തെന്നെയാണ്? ഫ്യൂസ് തന്നെയാണ്. ഫ്യൂസിന് പകരമായി, ഇങ്ങനെയാണ് പറയാ, ഫ്യൂസിന് പകരമായി നമ്മുടെ പുതിയ സർക്യൂട്ടുകളിൽ, മോഡേൺ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് എന്ത്? MCB. ഇപ്പൊ എന്റെ റൂമിൽ 3 റൂം ഉണ്ട്, എന്റെ വീട്ടിൽ 3 റൂം ഉണ്ടെന്ന് വെച്ചോട്ടോ. അപ്പൊ നമ്മുടെ 3 MCB കൊടുക്കുകയാണ്. ഇതാണ് ഒരു MCB 1. ചിഹ്നം കണ്ടങ്ങള്? ഫ്യൂസ് തന്നെയാണ്. ഫ്യൂസിന്റെ ചിഹ്നം കണ്ടോ? ഫ്യൂസിന്റെ പോലെ തന്നെയാണ്. കണ്ടാ? ഇതിങ്ങനെ കടത്തി വരച്ചു, ഇതിങ്ങനെ കുത്തനെ വരച്ചു, അത്ര അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഫിഗർ നോക്കണേ, ടെക്സ്റ്റ് ബുക്കും കൂടി നോക്കണേ. ഞാൻ പറയുമ്പോൾ അത് മാത്രമല്ല, ടെക്സ്റ്റ് ബുക്കും കൂടി നോക്കണം. 3 ഇവിടെ 3 MCB കൊടുക്കുകയാണ് കേട്ടോ. 3 റൂമുണ്ട്. ഇതാണ് ആ 3 ചെറിയ സ്വിച്ചുകൾ. നിങ്ങൾ വീട്ടിലുണ്ടാവുന്ന 3 നല്ല കുറെ സ്വിച്ചുകൾ വീട്ടിലുണ്ടാവും. എത്ര റൂമുണ്ട് അത്രയും ഉണ്ടാവും. അപ്പൊ തൽക്കാലം 3 പരിഗണിക്കുകയാണ്. ഓക്കെ, ഇതാണ് ആ 3 ചെറിയ സ്വിച്ചുകൾ. എന്താ ഇതിന്റെ പണി എന്ന് പറയുന്നത്? ഇത് എടുക്കുന്നത് തന്നെ ആ ഫ്യൂസ് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ആര് ചെയ്യുക? ഈ MCB ചെയ്യുക. MCBന്റെ ഫുൾ എന്താ? MCBന്റെ ഫുള്ള് മീനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ്. മീനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ്. എഴുതി വെച്ചോട്ടോ, മീനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ്. മീനിയേച്ചർ MINATURE, മീനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് പറയാ. ഇനി ഇതിന്റെ ധർമ്മം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താ ഇതിന്റെ ധർമ്മം? എന്താ ഇതിന്റെ ധർമ്മം? ഓയ്, ഫ്യൂസ് എന്താണോ ചെയ്യുന്നത് അത് തന്നെ അത് ചെയ്യുന്നു. ഫ്യൂസ് ഒരു വീട്ടിൽ മൊത്തമാണ് കൊടുക്കുന്നതെങ്കിൽ ഇതൊരു റൂമിനായിരിക്കും, ഓരോ റൂമിനായിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? അപ്പൊ ആ റൂമിൽ ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ സംഭവിച്ചാൽ ആ റൂമത്തെ ഫ്യൂസ് MCB മാത്രമേ പോവുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ വീട്ടിൽ നിങ്ങൾ നോക്കി വീട്ടില് ചില സമയത്ത് നമ്മളെ റൂമിൽ മാത്രം കറണ്ട് ഉണ്ടാവില്ല. ശ്രദ്ധിച്ചുക്കണോ? ഒരു റൂമിൽ മാത്രം കറണ്ട് ഉണ്ടാവില്ല. ശ്രദ്ധിച്ചുക്കണോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആ ഡോറ് തുറക്കും. ആ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ആ ഒരു സ്വിച്ച് ഇങ്ങനെ താന്ന് കിടക്കണം അല്ലേ? ഇത് നിങ്ങൾക്ക് അനുഭവമില്ല ചങ്ങന്മാരെ. നിങ്ങളൊക്കെ ഏത് ലോകത്താ ജീവിക്കണേ? എന്നാ അങ്ങനെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ സ്വിച്ച് ഓൺ ആക്കി കൊടുത്താല് അവിടെ ആ റൂമിലേക്ക് കറണ്ട് വരും. കാരണം എന്തുകൊണ്ടേക്കാരം ആ സ്വിച്ച് ഓഫ് ആയിക്കുക? ആ റൂമിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മൾ ഒന്നില്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഓവർലോഡിംഗ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പോ സ്വിച്ചിന്റെ പണി എടുക്കുന്നതാണ് MCB. MCBന്റെ ഫുൾ മീനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇനി നിങ്ങൾ കണക്ഷൻ നോക്കണേ. കണക്ഷൻ ഇതൊന്നും നോക്കിക്കോളി. കണക്ഷൻ കൊടുക്കണമെന്ന് നോക്കണ്ടേ. ഈ MCBയുമായിട്ട് യാതൊരു കണക്ഷനും ആർക്കില്ല അറിയോ? MCBയുമായിട്ട് യാതൊരു കണക്ഷനും ന്യൂട്രൽ ലൈൻ ഇല്ല. ന്യൂട്രൽ ലൈൻ താഴത്തൂടെ ഇങ്ങനെ മുണ്ടാതെ പോയി. ന്യൂട്രൽ ലൈൻ യാതൊരു കണക്ഷനും MCBയുമായിട്ടില്ല. താഴത്തൂടെ നേരെ പോയി. എന്നാ കേട്ടോളൂ. ഇനി ഇവിടെ നോക്കൂ. ഇങ്ങോട്ട് നോക്കി കണക്ഷൻ പോണ കണ്ടോളൂ. ഇതാ ഫേസ്, നേരെ അതിന്റെ അടിയിക്ക് ഒന്നാമത്തെ MCBന്റെ താഴത്തേക്ക്. ഓക്കെ, ഈ MCB ഒന്നാമത്തെ, ഞാൻ ഇവിടെ ഒന്നാമത്തെ റൂമുണ്ട്, ഒരു റൂമുണ്ട്. ഇത് റൂം നമ്പർ 1, ഇത് റൂം നമ്പർ 2. ഓക്കെ, ഈ MCB ഇതാ ഇവിടെ ഫേസ് കൊടുത്തു. ആ ഫേസ് നേരെ പോണത് ഇതാ ഈ റൂമിക്ക് പോയി. ഒന്നാമത്തെ റൂമിക്ക് ഫേസ് ലൈൻ, ഒന്നാമത്തെ റൂമിന്റെ സ്വിച്ച് ബോർഡാണ് ഇട്ടത്. അതിക്ക് ഫേസ് ലൈൻ കിട്ടി, ഒരു ഫേസ് ലൈൻ കിട്ടി. ഇനി ഇതിക്ക് എന്താ വേണ്ടത്? ഫേസ് മാത്രം മതിയോ? ന്യൂട്രലും വേണ്ടേ? ന്യൂട്രൽ നമുക്ക് എവിടുന്നും കൊടുക്കാം. അതാണ് ന്യൂട്രലിന്റെ പ്രത്യേകത.
ന്യൂട്രൽ നമുക്ക് എവിടെ നിന്ന് എടുത്തു കൊടുക്കാം? തൽക്കാലം ന്യൂട്രൽ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ന്യൂട്രൽ കൊടുത്തു. അപ്പൊ ഒന്നാമത്തെ റൂമുക്ക് എന്തായി? ഈ MCBന്ന് ഫേസ് ലൈനും കിട്ടി, ന്യൂട്രൽ ഇവിടുന്ന് ന്യൂട്രലും കിട്ടി. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ റൂമുക്കുള്ള MCB ആണിത്. ഓക്കെ, ആ MCBന്ന് കറണ്ട് വേണ്ടത് എങ്ങനെയാ? ഇവിടുന്ന് കറണ്ട് എന്ത് ചെയ്യണം? ഇപ്പൊ ഇതുമാതിരി യാതൊരു കണക്ഷനും ഇല്ലല്ലോ, താഴത്തു കൂടെ പോണു കറണ്ട് രണ്ടാമത്തെ MCBക്ക് താഴത്തു കൂടെ കിട്ടി. നിങ്ങൾക്ക് തോന്നും ഭയങ്കര സുഖാന്നൊക്കെ, അത് വരച്ചു നോക്കുമ്പോൾ അറിയുള്ളൂ എവിടെ കൂടെ കറണ്ട് അങ്ങോട്ടാന്നൊക്കെ പോവാ തോന്നുക, മനസ്സിലാവില്ല, ഒന്നും തിരിയില്ല. നോക്കിക്കോളി, താഴത്തൂടെ പോയി ഇവിടെ കിട്ടി. ഇനി നോക്കിക്കോ, ഇതിൽ നിന്നാണ് രണ്ടാമത്തെ റൂമുക്കുള്ള MCB ഇത് ഫേസ് പോണത്, അങ്ങോട്ട് പോയി. ഓക്കെ, ഇനി വേണം ഇവിടുന്ന് നമ്മൾ ന്യൂട്രൽ നമുക്ക് ഇവിടുന്ന് എടുത്ത് ഞാൻ കൊടുത്തു. അപ്പൊ ഇവിടുന്ന് കൊടുക്കേണ്ട കൺഫ്യൂഷൻ ആവും, ഇവിടെ നമുക്ക് കുറെ വരാനുള്ളതാണ്. ഈ പോണ ഇതില്ലേ, എവിടുന്നും കൊടുക്കാട്ടോ. ഇനി ഇന്നോടന്ന് ഓക്കെ ഇന്നോടന്ന് കൊടുക്കാനൊന്നുമില്ല, നമ്മൾ നേരെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തു. ഫേസ് ന്യൂട്രൽ എടുത്ത് കൊടുത്തു. ന്യൂട്രൽ നമുക്ക് എവിടുന്നും കൊടുക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പൊ രണ്ടാമത്തെ റൂമിലെ ഫേസ് ന്യൂട്രലായി. ഇനിയാണ് മൂന്നാമത്തെ MCB നോക്കിക്കോളൂ. അടി കൂടെ കൊടുത്തു. ഈ റൂമിൽ നിന്നുള്ള ഈ MCB, ഇത് മൂന്നാമത്തെ ആണ്, ഇത് 2, ഇത് 1. മൂന്നാമത്തെ റൂമിൽ MCB പോക്ക് നോക്കിക്കോളൂ കേട്ടോ. MCB ഇതാണ് മൂന്നാമത്തെ റൂമിലെ സ്വിച്ച് ബോർഡ്. എത്ര ബൾബ് അറിയോ? ഒരു ബൾബ്, ഒരു ഫാന്, ഒരു 3-പിൻ പ്ലഗ്. ഒരു ബൾബ്, ഒരു ഫാന്, ഒരു 3-പിൻ പ്ലഗ്. അപ്പൊ എത്ര സ്വിച്ച് വേണം? ഇത് ബൾബിനുള്ള സ്വിച്ചാണ്, ഇത് ഫാനിനുള്ള സ്വിച്ചാണ്, ഇത് 3-പിൻ പ്ലഗ് അഥവാ TV ഒക്കെ കുത്തുന്ന സാധനല്ലേ, അതിന്റെ സ്വിച്ചാണിത്, അതിന്റെ പ്ലഗ് ആണിത്, അതിന്റെ സോക്കറ്റ്. ഓക്കെ, ഇനി നോക്കിക്കോളൂ, കറണ്ട് പോണ നോക്കിക്കോളൂ കേട്ടോ. സ്വിച്ച് എങ്ങനെ വരക്കുക? സ്വിച്ചിന്റെ ചിഹ്നം എങ്ങനെയാ? ഇങ്ങനെ. ഇതുണ്ടോ? നമ്മൾ ആ വരച്ച പോലെ തന്നെ ഇതൊന്ന് നേരെ കുത്തനെ വരച്ചു എന്നുള്ളൂ, കടത്തി നേരെ കുത്തനെ വരച്ചു, അത്രേ ഉള്ളൂ. നോക്കിക്കോളൂ. ഇനി മൂന്നാമത്തെ MCBന്ന് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ റൂമിലെ സ്വിച്ച് ബോർഡ്. ശ്രദ്ധിച്ച് കേട്ടോളൂ, മൂന്നാമത്തെ റൂമിലെ സ്വിച്ച് ബോർഡാണത്. കൊടുക്കുകയാണ്, വരുന്ന ഫേസ് പോണു, ഇങ്ങനെ പോയിട്ട് നേരെ താഴത്തേക്ക്. ഈ സ്വിച്ചിന് നേരെ താഴത്തേക്കാണ് കറണ്ട് കൊടുത്തത്, സ്വിച്ചിന്റെ താഴത്തേക്ക്. അന്തമുട്ട് ഇങ്ങനെ ഇരുന്നോളിട്ടോ, ശ്രദ്ധിക്കേണ്ട. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണ്ട, അങ്ങനെ മറ്റേ ശ്രദ്ധിക്കാതെ ഇരുന്നോളൂ. ഇവിടെ നോക്കിക്കോളൂ, താഴത്തേക്ക് കണ്ട. ഈ സ്വിച്ച് എന്നാണ് ഈ സ്വിച്ചിന്റെ ബൾബ് കത്തണം. അപ്പൊ ഇതൊരു ബൾബാന്ന് സങ്കല്പിക്കുക. ബൾബ് അയിമെന്ന് ഞാൻ ഇങ്ങനെ എടുത്തിട്ടേ, ഇതിനിപ്പോ ബൾബിന് ന്യൂട്രൽ ഫേസ് കിട്ടിയല്ലോ. ഞാൻ ന്യൂട്രൽ വേണ്ടേ? മിനിമം 2 ലൈന് വേണ്ടേ? ന്യൂട്രൽ നമുക്ക് എവിടുന്ന് കൊടുത്തു കൊടുക്കാം? ന്യൂട്രൽ ഇപ്പൊ തൽക്കാലം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തു. അടിയിൽ നിന്ന് ന്യൂട്രൽ ഇങ്ങനെ വരുന്നുണ്ട്, ആ ന്യൂട്രൽ വയർ എടുത്ത് കൊടുത്തു. ഇപ്പൊ ബൾബിന് എന്തായി? ഫേസ് ഈ സ്വിച്ച് ഇടുമ്പോ ഈ ബൾബ് കത്തുവോ? ഈ സ്വിച്ച് ഇട്ട ഈ ബൾബ് കത്തൂലേ? ഇനി രണ്ടാമത് ഫാന്, ഇത് ഫാനിന്റെ ആണ് കേട്ടോ. രണ്ടാമത്തെ ഫാനിക്ക് സ്വിച്ചിക്ക് കറണ്ട് വേണ്ടേ? താഴത്തൂടെ അങ്ങനെ കറണ്ട് കൊടുത്തു. ഓക്കെ, ഈ കറണ്ട് കൊടുത്തതിന് ശേഷം ഇവിടെ നോക്കിക്കോളൂ, കറണ്ട് കൊടുത്തു. ഇനി ഈ സ്വിച്ച് ഇട്ടാല് എന്ത് കത്തണം? ഫാൻ വർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഫാനിക്കുള്ള കറണ്ടാണ് കൊടുക്കുന്നത്. നോക്കിക്കോളൂ, ഇവിടെ നിന്ന് കറണ്ട് കൊടുത്തിട്ട് ഇതൊരു ഫാനാണത്രേ കേട്ടോ, അതൊരു ഫാനാണ്. ഇങ്ങനെ എടുത്ത് കൊടുത്തു, ഫാനിക്കുള്ള ഫേസ് കൊടുത്തു. ഇനി ആ ഫാനിക്ക് എന്താ വേണ്ടത്? ന്യൂട്രൽ വേണ്ടേ? ന്യൂട്രൽ നമുക്ക് എവിടുന്നും കൊടുക്കാം. ഇത് ന്യൂട്രലേ പോണത്. അപ്പൊ ഞാൻ നേരത്തെ ന്യൂട്രൽ കൊടുത്തു. ന്യൂട്രൽ നമുക്ക് എവിടുന്നും കൊടുക്കാം, ഏത് ന്യൂട്രലും വലിച്ചത് കൊടുത്ത് പ്രശ്നമല്ല. ഇപ്പൊ എന്തായി? രണ്ടാമത്തെ സ്വിച്ച് ഇടുമ്പോ ഫാനും വർക്ക് ചെയ്യും. നിങ്ങൾ ചെറിയ പരിപാടിയല്ലേ, വീടിന്റെ ഉള്ളിലത്തെ കണക്ഷനാണ് ഈ പറയുന്നത്, കറണ്ടിന്റെ കണക്ഷനാണ് ഈ പറയുന്നത്, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. നോക്കിക്കോളൂ, ഇനി മൂന്നാമത്തത് ഈ സ്വിച്ച് ഈ പ്ലഗിലേക്കുള്ള അഥവാ ഈ TV ഒക്കെ ഇടുന്ന പ്ലഗ് ഇല്ലേ, ഇവിടെ 5 സ്വിച്ച് ഇതുണ്ടാവും. മനസ്സിലായില്ല? ക്വസ്റ്റ്യൻ കേട്ടില്ലടാ. നോക്കിക്കോ,
നേരതാ അടുത്തത് ഈ സ്വിച്ചിലേക്കുള്ള കണക്ഷൻ നോക്കിക്കോളൂ. ദാ അടികളെ കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ പ്ലഗിൽ കുത്തുമ്പോൾ നമുക്ക് കറണ്ട് കിട്ടണം അല്ലേ? ഇവിടെ നമ്മൾ ഈ പ്ലഗിനെ കുത്തി കൊടുക്കുമ്പോൾ നമുക്ക് കറണ്ട് കിട്ടണം. അപ്പൊ കറണ്ട് കിട്ടണമെങ്കിൽ ഇവിടെ ഒന്ന് ഫേസും ഒന്ന് ന്യൂട്രലും ആവണ്ടേ. അപ്പൊ ദാ ഇതിൽ നിന്ന് ഈ സ്വിച്ച് ഇടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് കറണ്ട് വരുന്നത്. അപ്പൊ ഈ സ്വിച്ച് കണ്ടോ, നോയിക്കോ ഇങ്ങനെ കൊടുത്തു. ഇവിടെയാണ് നിങ്ങൾക്ക് ട്വിസ്റ്റ് ആവുക. നോയിക്കോ, ഈ സ്വിച്ച് എന്ത് ചെയ്തു, ഈ പ്ലഗിലുള്ള ഫേസ് കൊടുത്തു. ഈ സ്വിച്ച് ഇടുമ്പോൾ ഈ പ്ലഗിലേക്ക് കറണ്ടിന്റെ കണക്ഷൻ കിട്ടും. ഇനിയോ ഇവിടെ വന്നത് ന്യൂട്രലാണ്. ന്യൂട്രൽ ഇതാ നേരെ ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ നേരെ ഇങ്ങനെ ന്യൂട്രൽ നമുക്ക് എവിടുന്നും കൊടുക്കാം. നേരെ ഇങ്ങനെ കൊടുത്തു. ഓക്കെ നോക്കിക്കോ. അപ്പൊ ദാ ഇവിടുന്ന് ഇരുന്ന് നേരെ ഇതിക്ക് കൊടുത്തു. ഇവിടെ നമുക്ക് ഫേസ് കിട്ടി. ഇപ്പുറത്തെ എന്ത് ന്യൂട്രൽ കിട്ടി. ന്യൂട്രൽ നമ്മൾ നേരെ ഇവിടെ നിർത്തി കൊടുത്തുക്കണം. അപ്പോ ആ പ്ലഗിലേക്കുള്ള കറണ്ടും കിട്ടി. കണ്ടു. ഓക്കെ, ഞാൻ നോക്കാം. അറിയാം നോക്കിക്കോ. അപ്പൊ ഇവിടെ പ്ലഗിൽ കുത്തിയപ്പോ കറണ്ട് കിട്ടി. റെഡി അല്ലേ? ഇപ്പൊ 3 സ്വിച്ചും അതിലേക്കുള്ള ഭാഗമായി. ഇനി നാലാമത്തെ ഒരു ഭാഗം കൂടി, ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇവിടുന്ന് തുടങ്ങുന്ന ഒരു സാധനം ഉണ്ട്. മീറ്റർമെന്ന് സാധനം തുടങ്ങിയിട്ടുണ്ട്. അതിനെയാണ് എർത്ത് ലൈൻ എന്ന് പറയാം കേട്ടോ. എർത്ത് ലൈന്. ആ എർത്ത് ലൈന് പോണത് നോക്കിക്കോ. എങ്ങനെയാ പോണത്, എവിടേക്കാ പോണത് നോക്കിക്കോ. ഇതിലെ ഈ വലിയ ഹോളില്ലേ, ഈ 3 പിൻ പ്ലഗിലെ വലിയ ഹോളില്ലേ, അതിപ്പോ തൽക്കാലം 9 മണിയായി ഞാൻ കണ്ടു. നോക്കൂ, ഈ വലിയ ഹോളില്ലേ അതിലേക്കാണ് ഏത് ലൈന്, ഈ എർത്ത് ലൈന് കണക്ട് ചെയ്ത് വെക്കുന്നത്. ഇതിന് പറഞ്ഞ പേരാണ് പച്ച ലൈൻ. നിങ്ങൾക്ക് കാണാം ആ എർത്ത് ലൈന് സർക്യൂട്ടിൽ ആകെ ഒരു ഭാഗത്തൊക്കെ കണക്ട് ചെയ്ത് വെക്കുന്നത് ആ വലിയ ഹോളിലേക്കാണ്. കണ്ടോ? ഇതാണ് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ അഥവാ ഗൃഹവൈദ്യുതീകരണം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം വീടിൻ്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും ഓർമ്മ വരണം. ചോദിക്കുന്നത് ഇതാ, ഇങ്ങനെ പേരൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഈ ഭാഗം കൊടുക്കും. എന്നിട്ട് പറയും ABC എന്ന് കൊടുത്തിട്ട് A എന്താ, B എന്താ, C എന്താന്ന് ചോദിക്കും. എന്നിട്ട് ചോദിക്കും ബിയുടെ ധർമ്മം എന്താ, ബി എന്താ. അപ്പൊ ബി ഫ്യൂസാ, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ ബിന്റെ ധർമ്മം എന്താ വെച്ചാൽ എന്ത് ചെയ്യുക, ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ സംഭവിക്കുമ്പോൾ നമ്മളെ സംരക്ഷിക്കാനുള്ള സംവിധാനമാണ് എന്ത്, ഫ്യൂസ് എന്ന് പറയുന്നത്. ഇനി ചോദിക്കും ELCB എന്താ. ELCB എന്താ, ഭൂമിയിലോട്ടുള്ള കറണ്ടിനെ തടയുന്ന, ഭൂമിയിലോട്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നു, സർക്യൂട്ട് ബ്രേക്ക് ആവുന്ന സംവിധാനമാണ്, നമ്മുടെ സംരക്ഷിക്കാനുള്ള സംവിധാനമാണ് എന്ത്, ELCB എന്ന് പറയുന്നത്. MCB എന്ന് പറഞ്ഞാൽ എന്താ, ഈ MCBകൾ എന്താ, ഓരോ MCBയും ഓരോ റൂമിനും ഓരോ MCB ആണ് കൊടുക്കുക. എന്താ അതിന്റെ ധർമ്മം, പുതിയ സർക്യൂട്ടുകളിൽ ഫ്യൂസിന് പകരം, സുരക്ഷാ ഫ്യൂസിന് പകരം ഉപയോഗിക്കുന്ന സംവിധാനമാണെന്ത്, ഈ MCB എന്ന് പറയുന്നത്. എന്താ അവ തമ്മിലുള്ള വ്യത്യാസം, എന്താ ഫ്യൂസും ഈ MCB തമ്മിലുള്ള വ്യത്യാസം? ഫ്യൂസ് പ്രവർത്തിക്കുന്നത് വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തിയിട്ടാണ്. എന്നാൽ MCB പ്രവർത്തിക്കുന്നത് കാന്തിക ഫലവും താപഫലവും ഉണ്ട്, രണ്ടും ഉണ്ട്. കാന്തിക ഫലമുണ്ട്, താപഫലമുണ്ട്. വ്യത്യാസം മനസ്സിലാക്കണേ. എന്താണ് ഫ്യൂസും MCBയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല്, ഫ്യൂസിന്റെ പണി എന്ന് പറഞ്ഞാൽ എന്താ, വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ MCB പ്രവർത്തിക്കുന്നത് വൈദ്യുതിയുടെ കാന്തിക ഫലവുമുണ്ട് താപഫലവുമുണ്ട്. പിന്നെ ഒരു ഗുണം എന്താ, ഇത് ഉരുകി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൂടി കെട്ടിക്കൊടുക്കേണ്ടി വരും. ഇവിടെ കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, MCB കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? സ്വിച്ച് ഓഫ് ആവല്ലേ ചെയ്യുക, ആ സ്വിച്ച് ഓൺ ആയി കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. സുഖം MCB അല്ലേ, ഫ്യൂസിന് വരെ MCB ഉപയോഗിച്ചാൽ പോരെ. അപ്പോ ഇതാണ് പറയുന്നത്. ഇനി ഇതിന്റെ ചോദ്യങ്ങൾ കേട്ടോളൂ. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഓരോ ഭാഗവും എന്താന്ന് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ. ഇതില് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം, നമ്മുടെ സുരക്ഷാ സംവിധാനം ഏതൊക്കെയാണ് ഇതിൽ വെറും സുരക്ഷയ്ക്ക് വേണ്ടിട്ട് ഉപയോഗിക്കുന്നത്? പറഞ്ഞോളൂ. ഒന്ന് സുരക്ഷാ ഫ്യൂസ്, ഒന്ന് ELCB, 2 മെയിൻ സ്വിച്ച് നമ്മൾ സുരക്ഷക്കല്ലല്ലോ. മെയിൻ സ്വിച്ച് നമ്മൾ ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നില്ല, നമ്മൾ തന്നെ ഓഫ് ആയി കൊടുക്കണം. MCB നമ്മൾ സുരക്ഷക്കാണ്. ഇതൊന്നും ശരിക്കും സർക്യൂട്ടിൽ ആവശ്യമില്ല. ബൾബ് കത്തണമെങ്കിൽ MCBന്റെ ആവശ്യമുണ്ടോ? ബൾബും ഫാനും വർക്ക് ചെയ്യണമെങ്കിൽ MCBന്റെയും ഈ ELCBന്റെയും ഫ്യൂസിനൊന്നും ആവശ്യമില്ല. നേരിട്ട് കറണ്ട് കൊടുത്താലും ബൾബ് കത്തും. പിന്നെ ഒന്നും കൂടി ഉണ്ട്, ഒരു സംവിധാനം കൂടി ഉണ്ട്. 3 എണ്ണായി.
സ്വിച്ച് ഒന്നും അല്ല, സ്വിച്ച് ഒക്കെ നമ്മൾ ഓഫ് ആക്കിയാൽ ഓഫ് ആവുള്ളൂ. അത് നമ്മുടെ സുരക്ഷാ സംവിധാനം അല്ല. എർത്ത് ലൈന് നാലാമത്തെ നോട്ട് ചെയ്ത് വെച്ചോളി. നമ്മുടെ സുരക്ഷാ സംവിധാനം, നമ്മുടെ ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടില് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, 1 സുരക്ഷാ ഫ്യൂസ് ആണ്, 2 ELCB ആണ്, 3 MCB ആണ്, 4 എർത്ത് ലൈൻ ആണ്. ആ എർത്ത് ലൈനിന്റെ കാര്യം ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, അത് നമ്മൾ അടുത്ത ടോപ്പിക്കാണ്. എർത്ത് ലൈൻ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്, നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കാം. മനസ്സിലായോ? അപ്പൊ എർത്ത് ലൈൻ തൽക്കാലം നിങ്ങൾ ഉത്തരമായിട്ട് മനസ്സിലുണ്ടായിക്കോട്ടെ. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ സംരക്ഷണം, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ആ, എന്നാ ഇനി പറയും, ഇതിൽ ഫേസ് ലൈനിൽ മാത്രം കണക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഏതൊക്കെയാ? ഫേസ് ലൈനിൽ മാത്രം കണക്ട് ചെയ്യുന്ന സാധനങ്ങൾ. സുരക്ഷാ ഫ്യൂസ് 1, മെയിൻ ഫ്യൂസാ. മെയിൻ ഫ്യൂസ്, സുരക്ഷാ ഫ്യൂസ് 1, രണ്ടും തന്നെയാണ്. എന്ത് മനുഷ്യന്മാരാ? പിന്നെ നോക്കിട്ട് പറയും, ഫേസ് ലൈനിൽ മാത്രം. MCB ഓക്കെ, MCB 2 കണ്ടോ? MCBക്ക് ന്യൂട്രലുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. MCB വെറും ഫേസ് ലൈനിലാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഒന്നുകൂടി ഉണ്ട്, സ്വിച്ച്. ഓരോ സ്വിച്ചും കണ്ടാ, ഓരോ സ്വിച്ചും MCB ഈ ന്യൂട്രൽ ലൈനുമായിട്ട് കണക്ഷൻ ഇല്ല. കണ്ടോ, ഫേസ് ലൈനിൽ മാത്രമാണ് സ്വിച്ച് കണക്ട് ചെയ്യുന്നത്. അപ്പൊ 3 സാധനങ്ങൾ കേട്ടോ, 3 സാധനങ്ങളാണ് ഫേസ് ലൈനിൽ മാത്രം കണക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാ? 1 സുരക്ഷാ ഫ്യൂസ് അഥവാ മെയിൻ ഫ്യൂസ്, MCB, സ്വിച്ച്. ഇത് MCB ബോർഡ് എന്നാ പറയാ കേട്ടോ. ഇതിന് മൊത്തം MCB 3 കൂടി കൂടിയിട്ട് MCB ബോർഡ് എന്നാ പറയാ. ബോർഡ് മൊത്തത്തില് ഓരോന്നും ഓരോ MCB ആണ്. ഇത് മൊത്തത്തിൽ MCB ബോർഡ് എന്ന് പറയാ. ഇത് സ്വിച്ച് ബോർഡ് എന്നാ പറയാ, സ്വിച്ച് ബോർഡ്. ഓക്കെ. ഇനി ന്യൂട്രൽ ലൈന് കണക്ട് ചെയ്യുന്നത്, ന്യൂട്രൽ ലൈൻ ബന്ധിപ്പിക്കുന്നത് നമ്മുടെ ഗൃഹവൈദ്യുതീകരണത്തിലെ ഏത് ഭാഗവുമായിട്ടാണ്? ന്യൂട്രൽ ലൈന് നമ്മുടെ സർക്യൂട്ടിലെ ഏത് ഭാഗവുമായിട്ടാണ് കണക്ട് ചെയ്ത് വെക്കുന്നത്? അതിനങ്ങനെ ചോദിക്കുക എഴുതേണ്ട ഇതാണ്, 3 പിൻ സോക്കറ്റിലെ വലിയ ദ്വാരവുമായിട്ട് കേട്ടാ, ദ്വാരത്തിലേക്കാണ്. 3 പിൻ സോക്കറ്റ്, ഇതിന് പറയുന്ന പേര് 3 പിൻ സോക്കറ്റ് എന്നാ പറയാം. നമ്മുടെ വീട്ടിലൊക്കെ ആ കുത്തി കൊടുക്കുന്ന സാധനം ഇല്ലേ, പ്ലഗ് കുത്തുന്ന സാധനം, അതിനെ പറയുന്ന പേര് 3 പിൻ സോക്കറ്റ് എന്നാണ് പറയാ. ഓക്കെ. അതിലെ വലിയ ഹോളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? എർത്ത് ലൈന് കണക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ ഇതുപോലെ തന്നെയുള്ള ഫിഗർ ഉണ്ടാവും. ഇത് എന്ത് ചെയ്യണം? ഈ ഭാഗം ഒന്ന് ശരിക്കും പഠിച്ചു വെക്കുക. ഈ കറണ്ട് പോണ കണ്ടോ, ഇങ്ങനെ പോണ സാധനവും ഇതിങ്ങനെ ഇങ്ങനെ പോണണ്ടോ, ആ സാധനവും പഠിച്ചു വെക്കുക. ചിലപ്പോ ഇങ്ങനെ ചോദിച്ചാലോ, നിങ്ങളുടെ വീട്ടിലെ ഒരു റൂമിലേക്കുള്ള, ഒരു റൂമിൽ 2 ബൾബും 2 ഫാനും ഉണ്ട്, അതിലേക്കുള്ള ഒരു കണക്ഷൻ ചിത്രം വരച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ കുടുങ്ങിയില്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ കുടുങ്ങിയില്ലേ? അപ്പൊ ഞാൻ വരപ്പിക്കാറുണ്ട്. ഇപ്പൊ തൽക്കാലം ഇന്ന് നമുക്ക് എക്സാം ആയതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ഇന്ന് ഇവിടെ നിർത്താം. വരച്ച് നമുക്ക് നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് നോക്കുകൊണ്ട് കേട്ടോ. എന്നാ ഒരു ചോദ്യം എഴുതിക്കോ. ഈ ഭാഗമൊന്നും വേണ്ട കേട്ടോ. ഇവിടെ മുതൽ ഈ MCB ബോർഡ് മുതൽ നോക്കാതെ കോപ്പി അടിക്കാൻ നിൽക്കരുത്. കോപ്പി അടിച്ചാൽ സ്വന്തമായിട്ട് വരച്ച് നോക്കുക. ഒരു റൂമില് ഒന്ന് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോട്ട് വെച്ചാൽ മതി. ഒരു റൂമില് 2 ബൾബ് 2 ഫാന് 2 ബൾബ്, ഒരു TV, ഇത് വർക്ക് ചെയ്യിക്കണം. അതിന്റെ സർക്യൂട്ട് എനിക്ക് വരച്ച് കാണിച്ചു തരണം. 2 ബൾബ് 2 ഫാന്, ഒരു TV, ഒരു റൂമിലേക്ക് വേണ്ട സാധനങ്ങളാണ്. അത് വർക്ക് ചെയ്യാൻ വേണ്ട സർക്യൂട്ട് അഥവാ ഇവിടെ മുതൽ വേണം. MCB ബോർഡ് മുതൽ സ്വിച്ച് ബോർഡ് എന്തായാലും ആണല്ലോ, സ്വിച്ച് ബോർഡ് ഉണ്ടെങ്കിലല്ലോ അതിലിപ്പോ വരപ്പിക്കുന്നത്. അതിന്റെ ഫിഗർ വരച്ചിട്ട് എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിൽ എനിക്ക് കാണിച്ചു തരണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും. അപ്പൊ എനിക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു തരണം, എല്ലാവരും കാണിച്ചു തരണം. അപ്പൊ ഞാൻ പറയാം നിങ്ങൾ എന്തൊക്കെ സർക്യൂട്ടിലെ പൊട്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില സർക്യൂട്ടൊക്കെ കൊടുക്കണം, ഇവിടെ സ്വിച്ച് ഇട്ട് കാണാൻ അടുക്കളയിൽ ഇങ്ങനെ ബൾബ് എത്തും. അങ്ങനത്തെ സർക്യൂട്ടുകൾ ഉണ്ടായിരുന്നു ചില ആൾക്കാർക്ക്. സർക്യൂട്ടിന്റെ വരക്കണോണ്ടേ, കണക്ഷൻ കൊടുക്കണോണ്ടേ ന്യൂട്രലും ഫേസും അവിടെ ഒന്നിക്കണം കൊടുക്കും. ചിലപ്പോൾ കാണാൻ ബൾബിന്റെ ഉള്ളിൽ ഫേസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ന്യൂട്രൽ ഉണ്ടാവുകയല്ല. എങ്ങനെ പിന്നെ ബൾബ് കത്തുക? പിന്നെ ചില ആൾക്കാരാണ് ബൾബ് ഇങ്ങനെ കൊടുക്കണോ, ഇതിമക്ക് ബൾബുമക്ക് കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ ന്യൂട്രൽ കൊടുക്കാണ്, നേരെ ദിമക്ക് ഇങ്ങനെ. ഇതൊക്കെ പൊട്ട തെറ്റാണ്. ഇതിനൊക്കെ ഷോർട്ട് സർക്യൂട്ട് എന്നാ പറയാ. മനസ്സിലായോ? അങ്ങനെയൊന്നും ചെയ്യരുത്. നേരിട്ട് ബൾബിലേക്ക് എന്ത് വേണം? ബൾബായാലും ഫാനായാലും 2 വയർ ബൾബിലേക്ക് കിട്ടണം.
അല്ല നേരെ രണ്ട് വയർ ഒന്ന് വയർ മറ്റേ വയർ നമുക്ക് കൊടുക്കാൻ പറ്റൂല. ഫേസും ന്യൂട്രലും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഫേസും ന്യൂട്രലും ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റുമോ? ചങ്ങായിമാരെ പറ്റുമോ? ഇല്ല. അവിടെ സംഭവിക്കുക, അവിടെ ഷോർട്ട് സർക്യൂട്ട് ആവും. ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചാൽ ഫ്യൂസ് ഉരുക്കി പൊട്ടൂലേ? അപ്പൊ ഉപകരണത്തിലേക്ക് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടാ. സെക്കൻഡ് ഇല്ല. ഷോർട്ട് സർക്യൂട്ട് ആ പൊട്ടും. നേരത്തെ ചോദ്യം ചോദിച്ചിട്ട് അരമണിക്കൂറായി, എന്നിട്ട് ഇപ്പോൾ അതിന്റെ ഉത്തരം വരുന്നേ. എന്നാ കേട്ടോളൂ. ഇനി നമ്മള് ഇന്നത്തെ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ചോദിക്കാൻ സാധ്യത രണ്ടാം ചാപ്റ്റർ കംപ്ലീറ്റ് ചോദിക്കുവോ? രണ്ടാം ചാപ്റ്റർ അപ്പൊ രണ്ടാം ചാപ്റ്റർ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചല്ലേ? ഉണ്ട്. മൂന്നാം ചാപ്റ്റർ എവിടെ വരെയാ? സെൽഫ് ഇൻഡക്ഷൻ വരെ. സെൽഫ് ഇൻഡക്ഷൻ ഉണ്ട് അല്ലെ? സെൽഫ് ഇൻഡക്ഷൻ ഉണ്ട്. സെൽഫ് ഇൻഡക്ഷൻ എന്ന ടോപ്പിക് ഇല്ലേ? ആ നോക്കിക്കോ. രണ്ട് കോളം വരക്കി, രണ്ട് കോളം. ഞാൻ അത് പറഞ്ഞു നിൽക്കണോ നിങ്ങൾക്ക്? കാന്തി എന്താ പ്രവർത്തന തത്വവും ഇതും വേറെ വേറെ വരച്ചു നിൽക്കണോ? പറഞ്ഞു നിൽക്കണോ? രണ്ട് കോളം വരച്ചിട്ട് രണ്ട് കോളം വരക്ക്. പെട്ടെന്ന് വരക്ക്. ഒന്നിന്റെ ഹെഡിങ് ഉപകരണം, രണ്ടാമതിന്റെ ഹെഡിങ് പ്രവർത്തന തത്വം. പെട്ടെന്ന് പാടത്ത് തന്നെ രണ്ട് പാടത്തും കൂടി ചോദിക്കുന്ന പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന. ഇപ്പൊ ഈ എക്സാമിന് ചോദിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നം വേണ്ട. പബ്ലിക് എക്സാമിന് ഒരു മാർക്ക് ഉറപ്പാണ്. ചെറിയ രണ്ട് കോളം വരക്കുക. ഒന്നിന്റെ ഹെഡിങ് പ്രവർത്തന തത്വം, മറ്റത് ഉപകരണം. ഉപകരണം എഴുതിക്കോ ആദ്യം. ഉപകരണം എഴുതുക ഫസ്റ്റ് കോളത്തിന്റെ ഹെഡിങ് ഉപകരണം, രണ്ടാമത്തെ കോളത്തിന്റെ ഹെഡിങ് പ്രവർത്തന തത്വം. ഇത് പബ്ലിക് എക്സാമിന് ഈ ഭാഗത്ത് ഒരു മാർക്ക് ഉറപ്പാണ് കേട്ടാ. ഏതെങ്കിലും ഒരു ഉപകരണം ചോദിക്കും, അതിന്റെ പ്രവർത്തന തത്വം ചോദിക്കും, ഉറപ്പാ, ഷുവറാ. എന്നാ എഴുതിക്കോ. ഫസ്റ്റ് ഉപകരണം, ഒന്നാമത്തെ ഉപകരണം വൈദ്യുത മോട്ടോർ. അറിയുന്ന തന്നെയാണ്, പെട്ടെന്ന് എഴുതി പോവാ. വൈദ്യുത മോട്ടോർ എന്താടാ നജിത? പ്രവർത്തന തത്വം എന്താ നജിത? വൈദ്യുത മോട്ടോറിന്റെ പ്രവർത്തന തത്വം എന്താ? വൈദ്യുത മോട്ടോറിന്റെ പ്രവർത്തന തത്വേ ഒറ്റ കൊട്ട നിരന്നിക്കുക. മോട്ടോറിന്റെ പ്രവർത്തനം വൈദ്യുതകാന്തിക പ്രേരണം എന്ന് പറഞ്ഞ മോട്ടോർ തത്വം. വലുപ്പുണ്ടല്ലോ നിങ്ങള്. മോട്ടോർ തത്വം എഴുതി വെക്കുക അപ്പുറത്ത്. മോട്ടോർ തത്വം വൈദ്യുതകാന്തിക പ്രേരണം ജനറേറ്റർ അല്ലേ? മോട്ടോർ തത്വം. അപ്പൊ ഒന്നാമത്തെ ഉപകരണം വൈദ്യുത മോട്ടോർ തത്വം. അത് പഠിക്കേണ്ടത് എന്താ വെച്ചാൽ അതിന്റെ ആ ഫിഗർ ഇല്ല, മോട്ടോറിന്റെ ഫിഗർ, മോട്ടോറിന്റെയും ജനറേറ്ററിന്റെയും ഫിഗർ നിങ്ങൾ രണ്ടും താരതമ്യം ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. കേട്ടോളൂ, വ്യത്യാസം കേട്ടോളൂ. ഇവിടെ നോക്കിക്കോളൂ. ആ വൈദ്യുത മോട്ടോറിന്റെ ഫിഗർ എടുത്തോളൂ, കയ്യിൽ വെച്ചോളൂ, മുന്നിൽ വെക്കുകയും വൈദ്യുത മോട്ടോറിന്റെ ഫിഗർ മുന്നിൽ വെക്കുകയും. മുന്നിൽ വെച്ചോ? എടുത്തു വെച്ചോ? അതിൽ കണ്ടോ കറണ്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. അടിയിൽ താഴത്ത് കണ്ടോ ബാറ്ററിന്റെ ചിഹ്നം കണ്ടോ? ബാറ്ററിന്റെ കണ്ടോ? അങ്ങനെ ബാറ്ററിയുടെ ചിഹ്നം കണ്ടാൽ അത് മോട്ടോറാണ്. ഒന്ന് ഇറങ്ങി കയറിയൊക്കെ ദിയ ഒന്ന് ഇറങ്ങി കയറിയൊക്കെ കേട്ടോ. നോക്കൂ, അങ്ങനെ ആ ബാറ്ററിയുടെ ചിഹ്നം കണ്ടിട്ടാണ് മറ്റു സാധനം കണ്ടത്, അത് മോട്ടോറാണ്. ഇനി ജനറേറ്റർ എങ്ങനെയാക്കാരം? ആ ബാറ്ററി ചിഹ്നല്ലേ, ബാറ്ററി ഇല്ലേ, അവിടെ ഒരു ഗാൽവനോമീറ്ററോ അല്ലെങ്കിൽ ഒരു ബൾബോ ആയിരിക്കും എന്തുണ്ടാവുക, ജനറേറ്റർ ഉണ്ടാവുക. വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. കുറെ ആൾക്കാർ തെറ്റിക്കുന്നതാണ്. നമ്മൾ കാണുമ്പോൾ ജനറേറ്റർ ഒറ്റ കുത്തിയേക്കാൻ ജനറേറ്റർ എഴുതി വെക്കും. ഈ ഉപകരണം ഏതാന്നേക്കാരം ചോദ്യം. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ആ ബാറ്ററി ആണ് അവിടെ നോക്കേണ്ടത്. ബാറ്ററി ഉണ്ടെങ്കിൽ മോട്ടോറും
ബാറ്ററി അല്ല എന്താ ഗാൽവനോമീറ്ററും കാര്യങ്ങളൊക്കെ വെച്ചെങ്കിൽ അത് ജനറേറ്റർ, DC ജനറേറ്റർ ആണ്. മനസ്സിലായോ? ആ, ഇനി രണ്ടാമത്തെ ഉപകരണം എഴുതുക. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. ഏതാ? മോട്ടോർ തത്വം. ആ, മോട്ടോർ തത്വം തന്നെ. മോട്ടോർ തത്വം തന്നെ കേട്ടോ. മോട്ടോർ തത്വം വെച്ച് പ്രവർത്തിക്കുന്ന രണ്ട് ഉപകരണങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന് വൈദ്യുത മോട്ടോറും ഇപ്പൊ ഈ പറഞ്ഞ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറും. റെഡി? മൂന്നാമത്തത് പറയും. AC ജനറേറ്റർ. AC ജനറേറ്റർ മൂന്നാമത്തെ ഉപകരണം AC ജനറേറ്റർ. അത് പിന്നെ എല്ലാവർക്കും അറിയാം. ഏതാ? വൈദ്യുതകാന്തിക പ്രേരണം. അതിന് നേരെ താഴെ DC ജനറേറ്ററും കൂടി എഴുതുക. DC ജനറേറ്ററും അത് തന്നെ എഴുതിയേക്കുക, വൈദ്യുതകാന്തിക പ്രേരണം. അല്ലെങ്കിൽ ഒന്നാമത്തെ കോളത്തിൽ നിങ്ങൾ AC ആൻഡ് DC എഴുതിയാലും മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതുക. AC ജനറേറ്ററിന്റെ കോളത്തിൽ DC ജനറേറ്ററും കൂടി ഉൾപ്പെടുത്തിയാൽ മതി. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അല്ലെങ്കിൽ വേറെ അടിയത്തെ കോളത്തിൽ DC ജനറേറ്റർ എഴുതിയാലും കുഴപ്പമില്ല. DC ജനറേറ്ററും തന്നെയാണ്, വൈദ്യുതകാന്തിക പ്രേരണം തന്നെയാണ്. ഇനി AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താ? AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താ? AC ജനറേറ്ററിൽ നിന്ന് കിട്ടുന്ന കറണ്ട് പ്രത്യാവർത്തി ധാരാ വൈദ്യുതിയാണ്. DC ജനറേറ്ററിൽ നിന്ന് കിട്ടുന്ന കറണ്ട് നേർധാരാ വൈദ്യുതിയാണ്. അതിന്റെ ഘടനയിലുള്ള മാറ്റം എന്താ? സ്പീക്കർ കഴിഞ്ഞിട്ട് ഏതാ പറഞ്ഞത്? ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ മോട്ടോർ തത്വം. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ മോട്ടോർ തത്വം. അത് കഴിഞ്ഞിട്ടാണ് ജനറേറ്ററുകൾ രണ്ടെണ്ണം പറഞ്ഞത്. AC ജനറേറ്ററും DC ജനറേറ്ററും പറഞ്ഞ വ്യത്യാസം പറയും. എന്തൊക്കെ തമ്മിലുള്ള ഘടനയിലെ വ്യത്യാസം എന്താ? ഒന്ന് പറയും. AC ജനറേറ്ററില് സ്ലിപ്പ് റിംഗ് ഉപയോഗിക്കും. DC ജനറേറ്ററിൽ ഉപയോഗിക്കും. AC ജനറേറ്ററിൽ സ്ലിപ്പ് റിംഗ് ആണ് ഉപയോഗിക്കുക. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഫുള്ളാണ് കേട്ടോ, മുഴുവൻ റിംഗ് ആണ്, ഫുൾ റിംഗ് ആണ്. ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. AC ജനറേറ്ററും DC ജനറേറ്ററും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്, ഫുൾ റിംഗ് ആണെങ്കിൽ ആ വട്ടം ആ റൗണ്ട് മുഴുവൻ ഉണ്ടെങ്കിൽ അത് AC ജനറേറ്ററും, അത് പകുതി ഉള്ളുവെങ്കിൽ ഹാഫ് റിംഗ് ആണ് ഉള്ളതെങ്കിൽ അത് DC ജനറേറ്ററുമാണ്. സ്പ്ലിറ്റ് റിംഗും സ്ലിപ്പ് റിംഗും തമ്മിൽ വ്യത്യാസം. ഓക്കെ, AC ജനറേറ്റർ ആണെങ്കിൽ ഫുൾ റിംഗ് ഉണ്ടാവും, DC ജനറേറ്ററിൽ ഹാഫ് റിംഗേ ഉണ്ടാവുള്ളൂ. അതാണ് AC ജനറേറ്ററും DC തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ അല്ലേ? ഘടനയിലെ വ്യത്യാസം. ഓക്കെ, ഇനി മൂന്നാമത്തെ അതിന്റെ അടുത്തത്, അതിന്റെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. എന്താ സാമ്യത? ഏറ്റവും പ്രധാനപ്പെട്ട സാമ്യത എന്താ? പ്രധാനപ്പെട്ട സാമ്യത എവിടെ? ആർമേച്ചറും എന്താ ഫീൽഡ് കാന്തം ബ്രഷൊക്കെ എന്നെ ഒരേപോലെ തന്നെ, അതൊക്കെ സംഭവിച്ചു. അത് പിന്നെ എല്ലാവർക്കും എഴുതാലോ. ആർമേച്ചറും ഫീൽഡ് കാന്തവും ബ്രഷൊക്കെ രണ്ടിലും കറന്റിന്റെ പ്രവാഹദിശ എവിടെ? അതാണ് എവിടെ? ആർമേച്ചർ കഴിഞ്ഞിട്ട് ആർമേച്ചറിൽ നോക്കി വെച്ചോളൂ, ശ്രദ്ധിച്ചു വെച്ചോളൂ. പ്രധാനപ്പെട്ട പോയിന്റ്, AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു സാമ്യത ആരും ശ്രദ്ധിക്കപ്പെടാതെ മറന്നു പോകുന്ന ഒരു പോയിന്റ് ആണ് ആർമേച്ചറിൽ പ്രേരിതമാവുന്ന വൈദ്യുതി. അങ്ങനെ തന്നെ പറയണം, അല്ലാതെ കറണ്ട് AC കൊണ്ട് എവിടെ നിന്നൊന്നുമില്ല വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ആർമേച്ചറിലേക്ക് കിട്ടുന്ന, ആർമേച്ചറിൽ പ്രേരിതമാവുന്ന വൈദ്യുതി AC ആണ്, അഥവാ പ്രത്യാവർത്തി ധാരാ വൈദ്യുതിയാണ്. ഏതൊക്കെയില്? അത് AC ജനറേറ്റർ ആയിക്കോട്ടെ DC ജനറേറ്റർ ആയിക്കോട്ടെ, രണ്ടിലും അതാണ് സാമ്യത. AC ജനറേറ്ററിലും DC ജനറേറ്ററിലും ആർമേച്ചറിൽ പ്രേരിതമാവുന്ന വൈദ്യുതി AC ആണ്. പലപ്പോഴും പല വട്ടം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ സാമ്യതയും വ്യത്യാസവും കിട്ടി. ഇനി കേട്ടോളൂ.
അടുത്ത ഉപകരണം ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ചലിക്കും ചുരുൾ മൈക്രോഫോൺ. എന്താണ് ആ ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ പ്രവർത്തന തത്വം എന്താ? വൈദ്യുതകാന്തിക പ്രേരണം. പ്രേരണം. വൈദ്യുതകാന്തിക പ്രേരണം വെച്ച് വർക്ക് ചെയ്യുന്ന 3 ഉപകരണങ്ങളാണ് പഠിക്കേണ്ടത്. AC ജനറേറ്റർ, DC ജനറേറ്റർ, ചലിക്കും ചുരുൾ മൈക്രോഫോൺ. AC ജനറേറ്റർ തത്വം വൈദ്യുതകാന്തിക പ്രേരണം. വൈദ്യുതകാന്തിക പ്രേരണം അതൊന്നും ചോദിക്കാൻ പാടില്ല കേട്ടോ അജീബേ. ഏറ്റവും ഈ ചാപ്റ്ററിന്റെ ബേസ് ആണത്. AC ജനറേറ്ററിന്റെ പ്രവർത്തന തത്വം എന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും ബേസ് ആണ്. ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ അതാ. വൈദ്യുതകാന്തിക പ്രേരണം. എന്നാ ഇനി അടുത്തത് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ 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 എന്ന് കേട്ടാ? ട്രാൻസ്ഫോമർ എന്ന് കേട്ടാ എന്ത് എഴുതണം? മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇനി ഒന്നും കൂടി ഉണ്ട്. ഏതാ? ഇൻഡക്ടർ. 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 അടുത്തും കൂടി ചെയ്ത ഇൻഡക്ടറും കൂടി ഉൾപ്പെടുത്തി ചെയ്ത ഇൻഡക്ടർ. സെൽഫ് ഇൻഡക്ഷൻ കേട്ടാ. ഇൻഡക്ടറിന്റെ സെൽഫ് ഇൻഡക്ഷൻ മൈക്കോണെ കാണേ. സെൽഫ് ഇൻഡക്ഷൻ എഴുതില്ലേ? ഓക്കെ. ഇനി കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കും. മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രോബ്ലം പാടുന്ന ചോദ്യം ഉറപ്പിച്ചുകൊണ്ടു. സാധാരണ എല്ലാ പരീക്ഷയ്ക്കും എന്തുണ്ടാവും? ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് VS, VP, NS, NP ഓർമ്മല്ലേ? അതിനൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടു. വോൾട്ടേജ് കണ്ടുപിടിക്കുക. ഏറ്റവും ബേസിക് ആയിട്ട് സാധാരണ ചോദിക്കാറുള്ളത്. ഞാൻ എത്ര ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്? 3 ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. 3 ഇക്വേഷന്. അതിന്റെ പുറമെ കറണ്ടും കൂടി ബന്ധപ്പെടുത്തി പവറും കൂടി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഓർമ്മല്ലേ? പവറിന്റെ 3ാമത്തെ ഇക്വേഷൻ P = IV. അതും നോട്ട് ചെയ്ത് വെക്കണം. കാരണം സെക്കൻഡറിയിലെ പവർ എത്രയാണെന്ന് ചോദിക്കും. സെക്കൻഡറിയിലെ പവർ എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ സെക്കൻഡറിയിലെ കറന്റും തന്നിട്ടുണ്ടാവും, സെക്കൻഡറിയിലെ വോൾട്ടേജും തന്നിട്ടുണ്ടാവും. മനസ്സിലാവുണ്ടോ? സെക്കൻഡറിയിലെ പവറിന്റെ ഇക്വേഷൻ അപ്പൊ P എന്താവും? IS × VS ആവും. അപ്പൊ പവറും കൂടി പഠിച്ചു വെക്കുക. ഇനി കേട്ടോ, ട്രാൻസ്ഫോമറിന്റെ കേസില് ട്രാൻസ്ഫോമറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്ത്? സെക്കൻഡറിയിലെ പവറും പ്രൈമറിയിലെ പവറും തുല്യം എന്നുള്ളത്. പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും തുല്യമായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ പ്രൈമറിയിലെ പവർ 500 വാട്ട് ആണെങ്കിൽ സെക്കൻഡറിയിലെ പവർ എത്ര? 500 ആണ്. എന്നാ നീ കേട്ടോ, പ്രൈമറി പവർ ഡിവൈഡഡ് ബൈ സെക്കൻഡറി പവർ ഡാഷ്. പ്രൈമറി പവർ ഡിവൈഡഡ് ബൈ സെക്കൻഡറി പവർ ഡാഷ്. 1 അല്ലേ? 1 അല്ലേ? അങ്ങനെ ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രൈമറി പവർ ഡിവൈഡഡ് ബൈ ഹരിക്കണം സെക്കൻഡറി പവർ ഈക്വൽ ടു 1. കാരണം രണ്ടും തുല്യാണ്. അറിയാത്തവരോട് എഴുതി വെക്കിയത് ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ചോദിച്ചത്. പ്രൈമറി പവർ ഡിവൈഡ് ബൈ സെക്കൻഡറി പവർ ഈക്വൽ ടു ഡാഷ് എന്ന് കൊടുത്തു. 1 ആണ് അതിന്റെ ആൻസർ. 1. കാരണം രണ്ടും തുല്യമായതുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 1 കിട്ടുക. ഓക്കെ, റെഡി? പിന്നെ പഠിക്കേണ്ട ഗ്രാഫുകളാണ്. ഗ്രാഫുകൾ. AC-ന്റെ ഗ്രാഫ് എങ്ങനെയാ? ഞാനിത് വായിക്കണില്ല കേട്ടോ. അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഇത് വായിക്കാത്തത്. നോക്കിക്കോ, AC-യുടെ ഗ്രാഫ് ഇതാണ്. AC ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ഗ്രാഫ് ഇങ്ങനെ ചോദിക്കാം. AC ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ഗ്രാഫ് ഇതിങ്ങനെയാണ്.
ഓക്കെ. ഇനി ഡി സി ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ഗ്രാഫ്, ഡി സി ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ഗ്രാഫ് ഇങ്ങനെയാണ്. കണ്ടോ, ദിശ മാറൂല. ഡി സി ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ഗ്രാഫ് ഡയറക്റ്റ് ചോദ്യം വരാറുണ്ട്. ഈ ഫിഗറിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഈ ചിത്രം കൊടുക്കും, ഡി സി ജനറേറ്ററിന്റെ ചിത്രം കൊടുക്കും, എന്നിട്ട് ചോദിക്കും എങ്ങനെയാ ഇതിൽ നിന്റെ ഔട്ട്പുട്ട് ഗ്രാഫ്, ഇതിന്റെ കറണ്ടിന്റെ വൈദ്യുതിയുടെ EMF-ന്റെ ഔട്ട്പുട്ട് ഗ്രാഫ് വരക്കുക. അപ്പൊ ഇതാണ് വരക്കുക. ഇവിടെ എന്താ, ഇവിടെ സമയമാണ്, ഇവിടെ EMF ആണ് കേട്ടോ. ഗ്രാഫ് വരക്കുമ്പോൾ നിർബന്ധമായിട്ടും എക്സും വൈയും അടയാളപ്പെടുത്തണം. ഈ ഭാഗത്ത് സമയമാണ്, ഈ ഭാഗത്ത് EMF ആണ്, വോൾട്ടേജ് EMF ആണ്, മറക്കരുത്. അത് നിർബന്ധമായിട്ടും ചെയ്യണം. ഇതാണ് എന്തിന്റെ ഗ്രാഫ്, ഡി സി ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ഗ്രാഫ്. ഇനി ഒന്നും കൂടി ചോദിക്കും അല്ലേ, ഇനി ഏതാ ചോദിക്കുക, ഒന്നും കൂടി ഉണ്ട്. ബാറ്ററിയുടെ ഗ്രാഫ് അങ്ങനെയാണ്. ഇതാണ്, ഇത് സമയമാണ്, ഇത് EMF ആണ്. അതിന്റെ ഗ്രാഫ് ഇങ്ങനെ വരിക, ഒരു വര, ഒരു നേരെ വര, നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വര. ഇതാണ് ബാറ്ററിയുടെ ഗ്രാഫ്. ബാറ്ററിയുടെ ഗ്രാഫ് ഓക്കെ. ഇനി നിങ്ങൾ പഠിക്കേണ്ട സാധനങ്ങൾ കേട്ടോ, നിർബന്ധമായിട്ടും പഠിക്കേണ്ട സാധനങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. മോട്ടോർ തത്വം ഡെഫിനിഷൻ പഠിക്കണം. മോട്ടോർ തത്വം ഈ ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും ഇല്ലേ, ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും രണ്ടും ഡെഫിനിഷൻ അടക്കം ചെയ്യാനും പഠിക്കണം. ചെയ്യാനൊക്കെ ഞാൻ അങ്ങനെ ഇരുന്ന് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് റൂളൊക്കെ നമ്മൾ റൈറ്റ് ഹാൻഡ് റൂളാണ് പഠിച്ചത്, നമ്മൾ വലത് കൈ നിയമമാണ് പഠിച്ചത്. അതിന്റെ ഓരോ സാധനവും എന്താണെന്നില്ല നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. 2 മാർക്ക് വരെ കിട്ടും. മനസ്സിലാവുണ്ടോ? അപ്പോ ഫ്ലെമിങ്ങിന്റെ വലത് കൈ നിയമവും ഇടത് കൈ നിയമവും ഡെഫിനിഷൻ പഠിക്കണം. മോട്ടോർ തത്വം ഡെഫിനിഷൻ പഠിക്കണം. എന്താ ഇതിന്റെ വൈദ്യുതകാന്തിക പ്രേരണം എന്താന്ന് ഡെഫിനിഷൻ പഠിക്കണം. മ്യൂച്വൽ ഇൻഡക്ഷന്റെ ഡെഫിനിഷൻ പഠിക്കണം. സെൽഫ് ഇൻഡക്ഷന്റെ ഡെഫിനിഷൻ പഠിക്കണം. മനസ്സിലാവുണ്ടോ? ഡയറക്റ്റ് ചോദ്യങ്ങൾ വരാം. പിന്നെ ഊർജമാറ്റം എന്താ? മോട്ടോറിന്റെ ഊർജമാറ്റം എന്താ? യാന്ത്രികോർജം, വൈദ്യുതോർജം. മോട്ടോർ അങ്ങോട്ട് കറണ്ട് കൊടുക്കല്ലേ? വൈദ്യുതോർജം യാന്ത്രികോർജം അതന്നെയാണ് സ്പീക്കറിലോട്ടോ. അതിന്റെ സ്പീക്കറിനെ ചോദിക്കാറില്ല, അതന്നെയാണ് സ്പീക്കറും വരിക. കാരണം രണ്ടിന്റെയും പ്രവർത്തന തത്വം ഒന്നല്ലേ. വൈദ്യോർജം, യാന്ത്രികോർജം. ഇനി ജനറേറ്ററിൻ്റെതോ യാന്ത്രികോർജം, വൈദ്യുതോർജം. അതന്നെയാണ് 3 എണ്ണത്തിനും വരിക. AC ജനറേറ്ററിനും DC ജനറേറ്ററിനും ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെയും, ശ്രദ്ധിച്ച് കേട്ടോളൂ, ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ ഊർജമാറ്റം എന്ന് പറയുന്നത് എന്താണ്? യാന്ത്രികോർജം, വൈദ്യോർജമാണ്. ശബ്ദോർജം പറയേണ്ട ആവശ്യമില്ല അവിടെ. മനസ്സിലാവണ്ടോ? ശബ്ദോർജം പറഞ്ഞപ്പോ മാർക്ക് തരൂല. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. അത് എന്താണ്? യാന്ത്രികോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ഓക്കെ. പിന്നെ പഠിക്കേണ്ടത് ഫിഗർ, മോട്ടോറിന്റെ ഫിഗർ, ജനറേറ്ററിന്റെ ഫിഗർ. 2ാം ചാപ്റ്ററിലെ ഫുൾ ഫിഗർ പഠിച്ചോണ്ടു. 2ാം ചാപ്റ്ററിലെ ഫുൾ ഫിഗർ പഠിക്കുക. അതിന് മാത്രമൊന്നുമില്ല, 4-5 ഫിഗറേ ഉണ്ടാവുള്ളൂ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പോയാൽ മതി. എന്താ സംഭവം വെച്ചാൽ നോട്ട് ചെയ്ത് വെച്ച് പോയാൽ മതി. പിന്നെ എന്താ AC ജനറേറ്ററിന്റെ ഫിഗർ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ട്രാൻസ്ഫോമർ ഏത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ ചോദിക്കും. അതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും തിരിച്ചറിയാന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ചുറ്റുകളുടെ എണ്ണം എവിടെ കൂടുതൽ നോക്കിയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയാം. പിന്നെ സെൽഫ് ഇൻഡക്ഷൻ നടക്കുന്ന സർക്യൂട്ട് അറിയാലോ അല്ലെ? സെൽഫ് ഇൻഡക്ഷൻ നടക്കുന്ന സർക്യൂട്ട് നോക്കിക്കോ. ഇതാണ് സെൽഫ് ഇൻഡക്ഷൻ നടക്കുന്ന സർക്യൂട്ട്. ഇത്രേ ഉണ്ടാവുള്ളൂ. നമ്പർ ഓഫ് ചുറ്റുകൾ ഇതുണ്ടാവും. ഒരു ബൾബ് ഉണ്ടാവും, ഒരു സ്വിച്ച്, ഒരു AC ഉണ്ടാവും കേട്ടാ. പിന്നെ ഒരു സ്വിച്ചും ഉണ്ടാവും. ഇനി ചുറ്റുകളുടെ എണ്ണം കൂടാം. പിന്നെ ഇതിനുള്ളിൽ എന്ത് ചെയ്യാം? പച്ചിരുമ്പ് കൂറ് കടത്തി വെക്കാം. ചുറ്റുകളുടെ എണ്ണം കൂടാം, പച്ചിരുമ്പ് കൂറ് കടത്തി വെക്കാം. ഇതാണ് സെൽഫ് ഇൻഡക്ഷൻ നടക്കുന്ന സർക്യൂട്ട്. ബാറ്ററി ആയ സെൽഫ് ഇൻഡക്ഷൻ നടക്കൂല. ബൾബിന്റെ പ്രകാശ തീവ്രത കുറയുന്ന സർക്യൂട്ട് ഇതാണ്. എന്താവണം? ചുറ്റുകളുടെ അഥവാ സോളിനോയിഡ് ആവണം, AC ആവണം. AC DC നടക്കൂല.
മനസ്സിലാവുണ്ടോ? സെൽഫ് ഇൻഡക്ഷന്റെ സർക്യൂട്ട് ഇതാണ്. AC സോളിനോയിഡ് ബൾബ്. ഇത് നോക്കി വെച്ചാൽ തന്നെ മതി. അതിനനുസരിച്ച് പിന്നെ മറ്റേ ബാറ്ററി കണ്ട എന്താ ബൾബിന്റെ പ്രകാശ തീവ്രത കുറയുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞോണ്ടു. കാരണം സെൽഫ് ഇൻഡക്ഷൻ നടക്കൂല. റെഡി? ഇൻഡക്ടറും പ്രതിരോധവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇൻഡക്ടറും പ്രതിരോധവും തമ്മിലുള്ള വ്യത്യാസം AC സർക്യൂട്ടിൽ മാത്രം പവർ കുറക്കണം. ഇൻഡക്ടറിന്റെ മേന്മ എന്താ? പ്രതിരോധത്തിന് അപേക്ഷിച്ച് ഇൻഡക്ടറിന്റെ മേന്മ എന്താ? താപരൂപത്തിൽ ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നില്ല. താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടമില്ലാതെ AC തടയുന്നു. താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടമില്ലാതെ വൈദ്യുത പ്രവാഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെ AC ആണ്. AC തടയുന്നു. പ്രതിരോധം AC തടയും DC തടയും. പക്ഷേ അവിടെ എന്തുണ്ട്? ഊർജ്ജ നഷ്ടം ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കും. അതിന്റെ പ്രതിരോധത്തിന്റെ മേന്മ എന്താ വെച്ചാൽ AC DC തടയുന്നു മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം വിളിക്കാം, മെസ്സേജ് അയക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഏതെങ്കിലും ഭാഗത്ത് മനസ്സിലാവാത്തത് ഉണ്ടെങ്കിലോ ഒന്നിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇടുകയോ എന്ത് ചെയ്താലും കുഴപ്പമില്ല. എക്സാം നിങ്ങൾ നന്നായിട്ട് എഴുതണം. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെ കേട്ടില്ല? ELCB പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്ക്. എർത്ത് ലീക്കേജ് സർക്യൂട്ട് പറഞ്ഞാൽ നമ്മളെ കറണ്ട് എർത്തിലേക്ക് ലീക്കായാൽ, ഭൂമിയിലേക്ക് ലീക്കായാൽ അപ്പൊ സർക്യൂട്ട് ബ്രേക്ക് ആവും. നമ്മുടെ വീട്ടിലെ കറണ്ട് അപ്പൊ തന്നെ ഓഫ് ആവും. കറണ്ട് എർത്തിലേക്ക് ലീക്കാവാൻ സാധ്യത എന്താ? ഒന്ന് നമ്മളെ ബോഡിയിലൂടെയാണ് ലീക്ക് ആവുക, ശരീരത്തിലൂടെയാണ് കറണ്ട് ഭൂമിക്ക് പോവുക. അതിനെ നമ്മൾ ഷോക്ക് ഏൽക്കാന്ന് പറയാം. അങ്ങനെ സംഭവിക്കാൻ ആര് സമ്മതിക്കൂല? ELCB സമ്മതിക്കൂല. അങ്ങനെ ഭൂമിക്ക് കറണ്ട് പോയാ അപ്പ ഉടനെ എന്ത് ചെയ്യും? ഇത് നമ്മൾ സ്വിച്ച് ഓഫ് ആവൂലേ? നമ്മൾ MCB ഒക്കെ ഓഫ് ആവൂലേ? അതേമാതിരി എന്ത് ചെയ്യും? ഇത് ഓട്ടോമാറ്റിക്കലി ഈ സ്വിച്ച് ഓഫ് ആവും. പിന്നെ വീട്ടിനുള്ളിൽ കറണ്ട് ഉണ്ടാവില്ല. അപ്പൊ കറണ്ട് നഷ്ടപ്പെട്ടു പോകൂല. ഓക്കെ എന്നാ എന്തായാലും മലയാളം മീഡിയംകാര് ലീവ് ചെയ്തോളൂ കേട്ടാ. ബാക്കി എന്തെങ്കിലും സംശയം നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ചോദിച്ചോളൂ കേട്ടാ. ഓക്കെ എന്നാ ശരി. ഇംഗ്ലീഷ് മീഡിയംകാർ ഒന്ന് ഇറങ്ങി കയറിക്കോളൂ കേട്ടോ. ഞാൻ പുതിയ മീറ്റിംഗ് ഒന്ന് കട്ടാക്കി. ഇംഗ്ലീഷ് മീഡിയംകാർ ഒന്ന് ഇറങ്ങി കയറിക്കോളൂ കേട്ടോ.